എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷു ദിനത്തിന് മാറ്റുകൂട്ടുവാൻ നമ്മോടൊപ്പം ചേരുന്നത് മറ്റാരുമല്ല, മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാനടനാണ് ശ്രീ മമ്മൂക്ക. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിന് അത്ര അങ്ങോട്ട് പഞ്ച് പോരാ അല്ലേ? ശരിയാ, പഞ്ചില് പറയാൻ പറ്റിയ ഒരാളിവിടെ ഉണ്ട്. ആരെ വിളിക്കട്ടെ? അനിക കുട്ടി വാ, നീ പഞ്ചിലങ്ങോട്ട് പറഞ്ഞേ. പെയ്യുന്ന മഴയ്ക്കും തഴുകുന്ന കാറ്റിനും രക്തത്തിന് മണമുള്ള ബോംബെ, കണ്ണുകൾ കഥ പറയുന്ന ഗലികളിൽ ചോരിയുയരുന്ന സമയം, അതോ ലോകത്ത് ഛോട്ടാ ഷക്കീലും കരീം ലാലയും ദാവൂദ് ഇബ്രാഹിമും വാഴുന്ന നേരം, അവിടെ എൻ്റെ പപ്പ ഡേവിഡ് നായന. Where the smoke is going up, yeah, and nothing really matters in this lonely house. Where the smoke is going up, yeah, and nothing really matters in this lonely house. അപ്പൊ ഓക്കെ, തുടങ്ങല്ലേ? ആദ്യത്തെ ചോദ്യം. അയ്യോ നമസ്കാരം പറയട്ടെ ആദ്യം. അയ്യോ നമസ്കാരം. അങ്ങനെയല്ല, ആദ്യമായി അങ്ങനെയല്ലേ? പിന്നെ അയ്യോ എന്നല്ലാതെ പിന്നെ അല്ലോന്ന് പറയണം. അതല്ല മമ്മൂക്ക, ഈശോ എന്ന് പറയണം. ഞാൻ നമസ്കാരം പറയട്ടെ. നമസ്കാരം. നീ പറയണില്ലേ? നമസ്കാരം. അവിടെ എപ്പോഴും പറയുന്നതാണ്. സ്ഥിരം നീയാണോ ചോദ്യം ചോദിക്കാൻ പോണത്? ഈ ചേച്ചിയാണോ? ചേച്ചി. ശരി, ചേച്ചി പേടിച്ചിരിക്കുക, അതുകൊണ്ടാണ്. ചേച്ചി പഠിച്ചിട്ട് മോള് ചോദിക്കാം, നമുക്ക് സമയമില്ല. എനിക്കറിയില്ല. എന്തായാലും സ്ഥിരം ചോദിക്കാത്ത സ്ഥിരമില്ല? questions- അല്ല, സ്ഥിരം ചോദിക്കാത്ത സ്ഥിരമുള്ള എന്നാണ്. അല്ല, ഞാൻ വിചാരിച്ചത് സ്ഥിരം ചോദ്യങ്ങൾ ഇല്ലാത്ത ഒരു ഇന്റർവ്യൂ ആക്കണം എന്നാണ് വിചാരിച്ചത്. ഞാൻ തെറ്റിച്ച്, ഞാൻ സ്ഥിരം ചോദ്യങ്ങളില്ലാത്ത ഇന്റർവ്യൂ, അങ്ങനെ ഇന്റർവ്യൂ ഉണ്ട്, ചോദിക്കും. അല്ല, സാധാരണ എല്ലാരും ആദ്യം ചോദിക്കുന്ന ചോദ്യം പ്രായത്ര സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? അതിപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നേരത്തെ. അങ്ങനെ ഉണ്ടാണല്ലോ സുന്ദരിയായിട്ടിരിക്കുന്നു. താങ്ക് യു. മനസ്സിലായില്ലേ? എല്ലാ സുന്ദരികൾക്കും കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ ഇരിക്കുന്നതാണ്. അല്ല, എന്നാലും സൗന്ദര്യത്തിന്റെ രഹസ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞു തരാനൊന്നും പരസ്യമായിട്ട് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, അങ്ങനെ പറയാൻ പാടില്ല. ആർക്കും ചിലപ്പോ സൗന്ദര്യം ഉണ്ടായില്ല, പിന്നെ എന്റെ പേര് കേസ് കൊടുത്ത് പിന്നെ അത് പുലിവല്ലോ. ഓരോരുത്തർക്ക് പ്രത്യേകിച്ച് പറയാം, പരസ്യമായിട്ട് പറയാൻ പാടില്ല. സോപ്പിന് ഈ സോപ്പ് തേച്ചാൽ അൻസുബയെ പോലും ആകുമെന്ന് വന്നിട്ട് സോപ്പ് അൻസുബയെ പോലും ആയില്ലെങ്കിൽ കേസ് വരും. അതങ്ങ് പുതിയ നിയമം. അതുകൊണ്ട് ഞാൻ ആ രഹസ്യം പുറത്ത് പറയാറില്ല. ഓരോരുത്തർക്ക് മാത്രമായിട്ട്, ഓരോരുത്തർക്ക് രഹസ്യമായിട്ട് പറഞ്ഞു. പിന്നെ ഉള്ളത് ജാടക്കാരനാണോ? ഞാൻ വൈക്കത്തുകാരനാണ്. അല്ലേ? വൈക്കത്തുകാരനാ. ജാട എവിടെയാ ആ സ്ഥലം? ജാട എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലം അറിയില്ല. ജാട ആ ചോദ്യം പോയി, അടുത്തോടെ. എന്നെ ഇവിടെ തേച്ചൊട്ടിച്ച് വെച്ചേക്ക്. അഹങ്കാരിയാണോ? അഹങ്കാരിയാണോ? അല്ലേ? അഹങ്കാരം വേണം മമ്മൂക്ക. പിന്നെ അഹങ്കാരം ഇല്ലാത്ത മമ്മൂക്കാനെ ഞങ്ങക്ക് അത് സങ്കല്പിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അത് വേണം. അത് തന്നെ ഞാനോ, അതുകൊണ്ടല്ലേ കാലത്ത് വരാകുന്ന ഓരോ ഗ്ലാസ് അഹങ്കാരം കുടിച്ചോണ്ട് വരും. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ഫാദറിലെ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ? കാണട്ടെ. ഞാൻ തന്നെ ഓക്കെ, ഒന്നുകൂടെ വിഷ്വൽസ് കാണാം. ഞാൻ കണ്ടിട്ടില്ല. Where the smoke is going up. എൻ്റെ കൈക്ക് നല്ല രാശിയാണ്, ശീലമായി. കരടിക്കായാലും സിംഹത്തിനായാലും പ്രകൃതിക്കൊരു നിയമമുണ്ട്. അത് മനസ്സിൽ
മനസ്സിലാക്കാതെ മനുഷ്യനാമം പേറി നടക്കുന്ന ഒരുപാട് ജന്തുക്കളുണ്ട് ഇവിടെ. അവിടെ നിയമം നടപ്പാക്കാൻ, നീതി നടപ്പാക്കാൻ ഡേവിഡിനൊരു രാജപട്ടം വേണമെന്നുണ്ടെങ്കിൽ അത് അർഹതയായി കരുതിക്കൊള്ളാം. വിളിച്ചോടോ, കിങ് ഡേവിഡ്. നടപ്പാകാൻ പോകുന്നത് ദൈവത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ നിയമമല്ല, അച്ഛൻ്റെ നിയമം. ഇതിന്റെ ആൾക്കാരോട് ഇത് എവിടെ നിന്ന് ബുക്ക് ചെയ്താ ഇത്രയും വിഷ്വൽസ്? ഇത് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ഈ ഇവരുടെ നിന്നാണോ മറ്റേ പൈറസി പോകുന്നത്? പൈറസി നമുക്ക് മനസ്സിലായില്ലേ? ഷോക്ക് ഐസ്ക്രീം പോലെ ഒരു സാധനം. പക്ഷെ ഒരു രക്ഷയില്ല മമ്മൂക്ക, അതിലെ സ്റ്റൈല്, ലുക്ക്, ഗെറ്റപ്പ്. ശരി, എന്റെ അനകക്കുട്ടി പറ, അച്ഛനായിട്ടാണോ ചേട്ടനായിട്ടാണോ അഭിനയിച്ചത് മമ്മൂക്ക? ചേട്ടനായിട്ട്. എനിക്ക് പോയി. പറ, നീ എന്താ ചോദിക്കാനുള്ളത്? നീ എന്തെങ്കിലും ചോദിക്കേ? ചോദിച്ചോ, പെട്ടെന്ന് ചോദിച്ചോ. ഇപ്പൊ ഒന്ന് ഞാൻ രാവിലെ എന്ത് കഴിച്ചു? മമ്മൂക്കായെ കാണാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. വീട്ടമ്മ എന്ന പ്രോഗ്രാമിലെ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഉപ്പും മുളകും ഉണ്ട്. ഉപ്പും മുളകിലെ ബീച്ചേട്ടൻ എന്തോ ചോദിക്കാനുണ്ട് അല്ലേ? തന്നോട് ഞാൻ പറഞ്ഞല്ലേ ചോദിക്കരുത്. മറ്റേ മൂത്ത മക്കൾ വന്നില്ലേ? ഇക്ക നമസ്കാരം. നമസ്കാരം. സിനിമയിലെ ഇക്ക ഗ്രേറ്റ് ഫാദറാണ്. നമ്മുടെ കുടുംബത്തിൽ ഞാൻ ഗ്രേറ്റ് ഫാദറാണ്. ശരി, ഗ്ലാഡ് ടു മീറ്റ് യു. അല്ല, എനിക്കും കൂടെ തോന്നണ്ടേന്ന്. അല്ല, ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഇക്ക ഗ്രേറ്റ് ഫാദർ ആവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഗ്രേറ്റ് ഫാദർ ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഗ്രേറ്റ് ആയാൽ മതി. ഗ്രേറ്റ് ആയാൽ മതി. താങ്ക് യു. കേട്ടില്ലേ? ഗ്രേറ്റ് ആയാൽ മതി. ഇല്ലേക്ക തോന്നില്ല. അച്ഛൻ പറഞ്ഞ ഗ്രേറ്റ് ഫാദർ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം വീട് ഓടിപ്പോണെങ്കിൽ അമ്മ വേണം, അതോർത്താ. അത് കറക്റ്റാടാ. അല്ല, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പുറത്തു പറയരുത്. ഇവിടെ ആൾക്കാരൊക്കെ അറിഞ്ഞ മോശമല്ലേ? മോനെ നല്ലതാണെന്ന് പറ. അച്ഛൻ ഗ്രേറ്റ് ആന്ന് പറ. അച്ഛൻ ഗ്രേറ്റ് ആണേ. ഇനി ബാക്കിയാവും പറയാൻ നിൽക്കരുത്. അതിന് മുമ്പ് നിങ്ങള് ഈ ഗ്രേറ്റ് ആകാൻ എന്താ ചെയ്യുന്നത്? അല്ല, എനിക്ക് അല്ലേക്ക് പറയണം. എനിക്ക് എന്താണ് പറഞ്ഞു തരണം. ഗ്രേറ്റ് ആയാൽ മതി. ഗ്രേറ്റ് ആകാൻ എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഗ്രേറ്റ് ഫാദർ ആകാൻ വേണ്ടി ചെയ്യേണ്ടത് ഗ്രേറ്റ് ആയാൽ മതി. ഗ്രേറ്റ് ആകാൻ വേണ്ടി എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഒരു ചോദ്യം ചോദിക്കാമോ? ഗ്രേറ്റ് ആകാൻ വേണ്ടി എന്ത് ചെയ്യണം? എന്താ ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലേ? അയ്യോ, പുള്ളിനെ എനിക്ക് നേരത്തെ അറിയാം കേട്ടോ. ഇക്ക എൻ്റെ അടുത്തേ അന്ന് കണ്ടപ്പോ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഇവരുടെ മുമ്പ് വെച്ച് ഒന്നും കൂടെ പറയോ? പറഞ്ഞോ. ഇക്ക അടുത്ത പടത്തിൽ എന്നെ വിളിക്കാന്ന് പറഞ്ഞില്ലേ? ഇക്കയുടെ അടുത്ത പടത്തിലെ സിനിമയിലെ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. സിനിമയിലോ? നിങ്ങളാരും അധികം സിനിമ കണ്ടിട്ടുണ്ടോന്നിരിക്കുന്നു. ഇവിടെ ഭാർഗവചരിതം മൂന്നാം ഖണ്ഡം എന്ന സിനിമയിൽ ഈ പുള്ളി അറിയാതെ ഞാൻ പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. പുള്ളി ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ചു നേരം ഉണ്ട് സിനിമയിൽ. അതെ അതെ. അതിനു മുമ്പ് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജമാണിക്യത്തിലുണ്ട്. രാജമാണിക്യത്തിൽ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അഭിനയിച്ച സിനിമ നന്ദി വീണ്ടും വരിക. പറയിപ്പിക്കില്ല. ആ സിനിമയിൽ ഞാൻ ആ മാഷ ഒന്ന് പഠിപ്പിക്കാൻ പറയുന്ന സ്കൂളിൽ ഹെഡ് മാഷായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിപ്പോ പറയുന്നു. പിന്നെ എനിക്ക് പ്രായമായി, അതുകൊണ്ട് ക്ലാസ്സിൽ പഠിച്ച സ്റ്റുഡൻ്റ് ആയിട്ടെന്ന് പറയും. അത് കുഴപ്പമില്ല. ഒരു നുണ ആരും പറയും. എന്തായാലും ഗ്രേറ്റ് ഫാദർ മൂവി നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത മൂവിയാണ് ഗ്രേറ്റ് ഫാദർ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് ഭയങ്കര ഇഷ്ടത്തോടെ കാണുന്ന. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഇരിക്കുമ്പോൾ അടുത്തുള്ള ചേച്ചിമാരൊക്കെ പടം കാണുമ്പോൾ ഭയങ്കര കണ്ണിന് വെള്ളം നിറഞ്ഞിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. വിങ്ങലാണ്. കണ്ണിന്ന് വെള്ളം വരുന്ന ഒരു എക്സ്പ്രഷൻ അല്ലേ? കണ്ണിന്ന് വെള്ളം. അല്ല, അതിലൊരു സീനുണ്ട്. മമ്മൂക്ക ഇങ്ങനെ ഇപ്പൊ പൊട്ടിക്കരയും എന്ന് തോന്നുന്ന കരഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ കരഞ്ഞു. ആരാ നമ്മളെ അങ്ങനെ കരയോ? അയാളാ മയക്കം മേടിച്ചിട്ട് പോയി എന്തിനാ? പക്ഷെ മമ്മൂക്ക അവസാനം ലിഫ്റ്റിൽ കയറി കരഞ്ഞു. ലിഫ്റ്റിൽ കയറി കരഞ്ഞു. അതാരും കണ്ടിട്ടില്ല. എന്തിനാ മയക്കം മേടിച്ചിട്ട് പോയത്? അതിന് ധാരണ ജുബ ഇട്ടിരിക്കുന്നേ? ധാരണ ജുബ അല്ല സാർ, ഇത് കഴിഞ്ഞിട്ട് മൈക്ക് മേടിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു മിഥിലാജ്. മൈക്ക് മേടിച്ച് ഇവിടെ കൊടുക്കണമെന്ന് മിഥിലാജ് പറഞ്ഞായിരുന്നു. ആഹാ, അപ്പൊ മേക്ക്പിരിക്കപ്പെട്ട ആളല്ലേ? അതെ. ഇവിടെ ജോലിയാണോ? അതെ. ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റാണോ? ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യാതെ ജോലിയൊക്കെ ചെയ്യിക്കോ? നമുക്ക് അതിനിടെ
ആർട്ടിസ്റ്റുകളെ കൊണ്ട് വിടുപിടി എടുപ്പിക്കുന്ന ഈ ചാനൽ പ്രവർത്തകർക്കെതിരെ നമുക്കൊരു നീക്കം തുടങ്ങിയാലോ? ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഇറങ്ങിപ്പോയോ ഇപ്പൊ എല്ലാരും കൂടെ? വേണ്ട സാർ. ഉണ്ടല്ലേ? പേരെന്താ? തങ്കച്ചൻ. കണ്ടാ തോന്നും തങ്കച്ചൻ. തങ്കച്ചനല്ല തങ്കച്ചൻ പൊന്നപ്പന. എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ നാട്ടില് ഷൂട്ടിന് വന്നിട്ടുണ്ട്. ഏതാ നാട്? വിതുര. ഓഗസ്റ്റ് 1 സിനിമയുടെ ഷൂട്ടിങ്ങിന് ഒരു എസ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ഷൂട്ട് കാണാൻ വന്നിട്ടുണ്ട് അവിടെ. 1988. അതെ അതെ. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാറിന്റെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടാ പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ദുൽഖർ പുള്ളിയും കൂടെ ഉണ്ടായിരുന്നു അന്ന് കൂടെ. അന്ന് കൂടെ ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ തങ്കച്ചന്റെ വീട് എവിടെയാ? എൻ്റെ വീട് വിതുരയിൽ തന്നെയാണ്. വിതുരയിലാണ് ഞാൻ ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നത്. അതെ അതെ. തങ്കച്ചന്റെ ഇപ്പോഴത്തെ വീട് എവിടെയാ? ഞാൻ ഈ സൂപ്പർ നൈറ്റിലെ വിതുരയില്. വിതുര തന്നെ? അതെ അതെ. വിതുര അതിനു മുമ്പൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ തങ്കച്ചൻ എന്നാ എടുക്കുമായിരുന്നു ആവോ? തങ്കച്ചന്റെ ഒരു പ്രകടനമൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ? ഉണ്ടാവില്ലേ? പ്രതീക്ഷിതമായിട്ടായിരിക്കോ? അതല്ല, ഞങ്ങള് സ്കിറ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ആളാരാ ചോദിക്കുന്നത്? അല്ല, തങ്കച്ചന്റെ പ്രകടനം കാണണോ? നമുക്ക് കാണണ്ടേ? പ്രകടനം ഇവിടെയാണോ പുറത്ത് ആൾക്കാരുമായിട്ട് കൂടി ജാഥയാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ മിഥുരാജ് പറയണം. തങ്കച്ചൻ മനോഹരമായിട്ട് പാട്ട് പാടും. അത് തങ്കച്ചൻ അറിയത്തില്ലേ? സോറി. ഇക്കടുമ്പ് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ്. ആടാനാ പറഞ്ഞു, പറയാനല്ല. അല്ല, ഇക്ക അഭിനയിച്ച പടത്തിലെ ഒരു പാട്ടിനെ 2 വരി പാടാം. പാതിരാ കിളി വരുപ്പാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ കാട്ടിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാക്കിളി വരുപ്പാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ. തങ്കച്ചനല്ല തങ്കച്ച പൊന്നച്ചനാ. താങ്ക് യു. ജെയിംസ് ബോണ്ടിന്റെ മ്യൂസിക്കിൽ എന്തോ ഒരു കോമഡി ഉണ്ടല്ലോ. അത് സ്കിറ്റില് നമ്മൾ കൂടുതൽ എല്ലാവരും പറയുന്നത് വിദേശത്ത് നിന്ന് ആണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെ നിന്നാണ് വിദേശത്തോട്ട് കൊണ്ടുവന്നത്. കാരണം ജെയിംസ് ബോണ്ടിന്റെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എഴുതിട്ടോ. ജെയിംസ് ബോണ്ട് വരുന്ന ഒരു എൻട്രി മ്യൂസിക് ഉണ്ട്. നമ്മൾ പ്രശസ്തമായിട്ടുള്ള മലയാള സിനിമയിലെ ഒരു മ്യൂസിക്കാണ് അതിൽ എടുത്തേക്കുന്നത്. ജെയിംസ് ബോണ്ട് വരുമ്പോഴുള്ള മ്യൂസിക് ഇതാണ്. പറന്നു നിന്റെ മുന്നിൽ കുളിരുമായി നീ തളിരുമേനിൽ ഇണക്കിളി വരുകില്ലേ ഇണക്കിളി വരുകില്ലേ ഇണക്കിളി അടുത്ത ഐറ്റം. ഒരു സിനിമയിലെ ഒരു കഥ പറയാൻ വേണ്ടി ഒരാൾ വരെയാണ്, ഒരു പ്രൊഡ്യൂസർ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു കഥയുണ്ട്. കഥയെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കഥയാണ് അത്? കഥയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ്. നല്ല കഥയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സിനിമയിലെടുക്കാം. നല്ല ഗ്രാമീണ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കണ്ടാൽ നിങ്ങൾ സിനിമയാക്കും. സിനിമ എന്ന് പറ. നിരവധി തെങ്ങുംപാടങ്ങളും അരുവികളും പുഴകളും റബ്ബർ തോട്ടമൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. സൂപ്പർ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. എവിടെ ഗ്രാമം? അമേരിക്കയില്. ഈ ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വളരെ പാവപ്പെട്ട ദരിദ്രനായ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്. പഞ്ചായത്താകുമ്പോ ഒരു മെമ്പറൊക്കെ വേണമല്ലോ. ഈ മെമ്പർ പേരെന്താ? ഒബാമ. ഒരു ദിവസം ഈ ഒബാമ റോഡ് സൈഡിൽ ഇങ്ങനെ മെറ്റിൽ അടിച്ചോണ്ടിരിക്കും. ഈ സമയത്ത് ജോർജ് ബുഷ് ഹെലികോപ്റ്ററിൽ ഒന്ന് ചോദിക്കും, എന്തൊക്കെയുണ്ട് ഒബാമ വിശേഷം? സുന്ദരന്റെ മോളെ കല്യാണം കഴിഞ്ഞാൽ എവിടെ അയച്ച? ഇത് ഒബാമയ്ക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒബാമ ചോദിക്കും, ആന്തര ചോരത്തിൽ അങ്ങനെ സംസാരിച്ചേ, അത് നമ്മളൊരു ഇതാക്കിയതാണ്, നിങ്ങൾ പ്രസന്റ് സാധനം കിട്ടാത്തുണ്ട് എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പ്രശ്നമാകുന്ന അടിയാവുന്ന ഷട്ടി കുത്തി ഇങ്ങനെ പിടിക്കുന്നു. ഈ സമയത്ത് ലണ്ടനിലുള്ള അണ്ടിയാപ്പിച്ച് ജോലി കഴിഞ്ഞ് മറിയക്കുട്ടി, അംബിക, സീന, തങ്കച്ചി, ശാന്ത ഇങ്ങനെ നടന്നു വരും. ഈ വഴക്ക് ശാന്ത കാണും. ശാന്ത ഓടിയെന്ന് പറയും, അണ്ണാ ജോർജ് അണ്ണ പൊണ്ണെ പൊണ്ണെ
നേരം വെളുത്ത മുഖത്തോട് മുഖം നോക്കളാര് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എലിസബത്ത് രാജ്യം കൂടെ വർക്കല മണികണ്ഠന്റെ ഇളയ മോളെ കല്യാണത്തിന് ഇട്ട് വരുമ്പോൾ മറുപടി സച്ചിൻ ടെണ്ടുൽക്കർ കൂടെ ആനക്കൂപ്പിൽ ജോലിക്കും. അപ്പോൾ അവർക്കൊരു 3 പൊറോട്ട ഒരു മുട്ടക്കറിയും കൂടെ കരുനാപ്പള്ളി പുട്ടുകടന്ന് മാറ്റി നിൽക്കുന്ന സമയത്ത് AR റഹ്മാന്റെ ഫോൺ വരും. എന്നിട്ട് ബില്ലാതെ ഗർഭിണി. സാറിത് സ്കിറ്റിൽ പറയുന്നുണ്ട് 2-3 പേര് സപ്പോർട്ട് ചെയ്താണെന്ന് പറയുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത ബാക്കിയുള്ളവരെന്തിരിക്കും അവിടെ? അല്ല അവര് വേറെ ആളാ സപ്പോർട്ട് ചെയ്തില്ലല്ലേ അവര്? ഞാൻ കളിക്കുന്ന നമ്മളങ്ങനെ നന്നായി പോലെ അതെ ഞാൻ ചെയ്യുന്ന ഗ്രൂപ്പില് സപ്പോർട്ട് ചെയ്യുന്നവര് വേറെ ആൾക്കാരാ. മമ്മുക്ക ഗ്രേറ്റ് ഫാദറിലേക്ക് തിരിച്ചു വരാം. ഇവിടെ അനീകക്കുട്ടി ഇരിക്കുന്നുണ്ട്, ഗ്രേറ്റ് ഫാദറിന്റെ ഗ്രേറ്റ് ഡോട്ടർ അല്ലേ? ഇപ്പൊ ഈ ഡോട്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഡേവിഡ് നയനാൻ. ഞാനെന്ത് പറയാനാ? ഡേവിഡ് നയനാനോടാണ് ചോദ്യം. സാറയെ കുറിച്ച് എന്താ പറയാനുള്ളത്? സാറെ കുറിച്ച് എന്താ പറയണ്ടേ? നീ ഇതുവരെ വാ തുറന്നിട്ടില്ല, സംസാരിക്കുമ്പോളെ. സാറയെ കുറിച്ച് മമ്മൂട്ടിയങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സാറ ഒരു വലിയ ഉദാഹരണമാണ് നമ്മുടെ സമൂഹത്തിലെ ഈ ടീനേജിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികളുടെ വലിയൊരു ഉദാഹരണം. സാറയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് പലരും മറച്ചു വെച്ചിട്ടുണ്ട്. സാറ് അങ്ങനെ ഒരു കുട്ടിയായതുകൊണ്ടാണ്, അവൾക്ക് അങ്ങനെ ഒരു അച്ഛനുള്ളത് കൊണ്ടാണ് സാറയ്ക്ക് പറ്റിയത് അച്ഛനും അമ്മയും എങ്കിലും പറഞ്ഞത്. നമ്മുടെ പല കുട്ടികൾക്കും സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തെ പലരും അറിയാറില്ല. ആ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് പോലെ പല മുഖങ്ങളിലും പല മുഖമൂടികളിലും നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളും നമ്മുടെ അവിടുത്തെ ബന്ധുക്കളുടെ രൂപത്തിലും സുഹൃത്തുക്കളുടെ രൂപത്തിലും പരിചയക്കാരുടെ രൂപത്തിലും ജോലിക്കാരുടെ രൂപത്തിലും നമ്മുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ ഒരു ജാഗ്രത പാലിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നമ്മുടെ ഈ സിനിമ. നമുക്ക് ചുറ്റും നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വലുതാവും. 5, 6, 7 വർഷം കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വലുതാവും. ഇവരുടെ മാതാപിതാക്കൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. ഈ സിനിമ ഒരുപക്ഷെ ഗ്രേറ്റ് ഫാദർ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. നമ്മുടെ സമൂഹത്തിന് ചുറ്റും നമ്മൾ കാണാതെ, നമ്മൾ അറിയാതെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് അതായത് സിനിമയിൽ പറയുന്ന പോലെ മനുഷ്യരൂപം കൊണ്ട വന്യമൃഗങ്ങളുണ്ട്. അതൊരു പക്ഷേ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോഴാണത് തിരിച്ചറിയുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് നമ്മുടെ പരിചയക്കാരും സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം ഭാവിക്കുന്നവരുണ്ട്. ആരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും നമ്മളൊരു കണ്ണ് അല്ലെങ്കിൽ ഒരു നോട്ടം, ഒരു ശ്രദ്ധ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ സിനിമ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പോരെ? കൂടെ അഭിനയിച്ച ആര്യയെ കുറിച്ച്, ആര്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. ആരെക്കുറിച്ച്? ആര്യ. എനിക്ക് ആദ്യം ഞാൻ കൂടെ അഭിനയിക്കുന്ന ആരെക്കുറിച്ചാണ് അഭിപ്രായം പറയുന്നത്. ആരെക്കുറിച്ച് എന്ത് പറയാനാ? അല്ല എന്തെങ്കിലും പറഞ്ഞാൽ മതി. അയാളെ കുറിച്ച് അങ്ങനെ ഒരാളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കുട്ടികൾ എന്താ ഇങ്ങനെ? ആൻഡ്രൂ സീപ്പൻ നന്നായിട്ടില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? അല്ല മമ്മൂക്ക പറയുമ്പോ നമുക്ക് ഒരു കുറച്ചും കൂടെ ഒരു നിങ്ങൾക്ക് കൂടെ സൂപ്പർ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മോശമെന്ന് പറയാം. സൂപ്പറാവും എന്നുള്ളത് കൊണ്ടല്ലേ ആൻഡ്രൂ സീപ്പനായിട്ട് ആര്യയെ വിളിച്ചത്. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട് അല്ലേ? ആര്യ വളരെ ഹാപ്പിയാണ്. ആര്യ ഒരു ദിവസം വന്നിരുന്നു ഇവിടെ അല്ലേ? ആര്യെന്ന് മാത്രമല്ല, എല്ലാ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാർ പോലും ആ സിനിമയിൽ നന്നായിട്ടുണ്ട്. വിളത്തോളം നന്നായിട്ടുണ്ടോ? ഞാൻ വളരെ സിനിമയുടെ ആത്മാവ്. സിനിമയുടെ കണ്ടന്റ് നീയാണ്. കണ്ടന്റ് എന്ന് സത്ത, ദി എസൻസ്. ആ സീനൊക്കെ തകർത്തില്ലേ ആ ഡോക്ടർ അടുത്ത് പറയുന്നത്? ഞാൻ തന്നെ പഠിച്ചു പോയി. ഒരു ടീസർ കൊണ്ട് തന്നെ ഭയങ്കര ഹിറ്റായ, ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായ മൂവിയാണ് ഗ്രേറ്റ് ഫാദർ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടീസറും കൂടെ കിട്ടി അടുത്ത പടത്തിന്റെ, പുത്തൻ പണം. യൂട്യൂബിൽ ഭയങ്കര ഹിറ്റാണ് പുത്തൻ പണത്തിന്റെ ടീസർ. ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. എന്താ ട്രെയിലർ കാണാം? ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടോ? ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതിലാൻ പറ. എന്നാ പുത്തൻ പണത്തിന്റെ ട്രെയിലർ കാണാം. അമ്മ നാളെ തൊട്ട് 1000-ന്റെ 500-ന്റെ നോട്ടുകളില്ലാന്ന്. അപ്പോന്ന് അറിഞ്ഞില്ലേ? ഇതൊന്നും ഇല്ല, ഇതൊക്കെ പിൻവലിച്ചു. 500 നോട്ട് എടുക്കോ? എടുക്കല. പോരെ കുച്ചിയുടെ കായൊക്കെ എന്തായാലും പടച്ചോനെ അറിയുള്ളൂ. നമസ്കാരാക്കിനി.
വണ്ടിയിൽ പൈസ ഉണ്ട് സാർ. പഴയതാ പുതിയതാ? നന്ന പയ്യ ചാമ്പ്യനാണല്ലോ മോനെ. ഓനക്കുള്ള ബ്രേസരി ഞാൻ വരെ തുന്നുന്നുണ്ട്. വണ്ടി ഇടച്ച് കീഞ്ഞിട്ട് പായിട്ടെങ്കിലേ. എന്തിനാടാ നീ കൊച്ചി വന്ന്? വെറുതെ മോള് നക്കാന് വന്നത്. ദോസ്തിന് എയർപോർട്ടിൽ കീക്കാൻ വന്നത്. എന്ത് ഭാഷ മരങ്ങൾ കാസർഗോഡ് ഭാഷ? ചേട്ടന് സത്യത എന്താ പണി? വെട്ട്, കുത്ത്, കൊല, കിഡ്നാപ്പിംഗ് അങ്ങനെ എന്തും ചെയ്യും. നിത്യ നീ നിന്റെ കാസർഗോഡൻ സ്വഭാവം എടുക്കരുത് കേട്ടോ. മേങ്ങാതെ മോങ്ങിയിട്ട് മടങ്ങാൻ ക്ഷേണായി വേറെ ജനിക്കണം. എട്ടാം തീയതി കിട്ടിയ പണി 8ന്റെ പണി എന്നാ? കൊട്ടടക്ക കുനിക്കും പോലെ കുനിക്കുന്നെ. ഇതേതാ സ്ഥലം ഒന്നറിയോ? കൊച്ചിയല്ലേ ഇത്? ഇതെന്തോന്ന് ഭാഷ? തള്ളക്ക് വിളിക്കും പോലെ ഇരിക്കുന്നത്. കാസർഗോട്ടുകാരനാണ്. എങ്ങനെ തിരിഞ്ഞിനി? അടി കൊണ്ടപ്പോ തിരിഞ്ഞിന്. അല്ല, നീ എന്ത് വിചാരിച്ചിനി? കുമ്പളക്കാരൻ നിത്യാനന്ദ ക്ഷേണായി വെറും ബഗടനാന്ന? എവർറാ പുത്തം പണം? There is new Indian rupee. ഇവിടെ ആരൊക്കെ ഉണ്ട് കാസർഗോട്ടുകാര്? ആരെ കണ്ടു? ഇക്കണ്ട കേരളം മുഴുവൻ ഉണ്ടായിട്ടൊരു കാസർഗോട്ടുകാരൻ ഇവിടെ ഇല്ലേ? ഒരാള് ഒറ്റൊരുത്തം പോലും ഇല്ല. ഇന്നത്തെ ഏതെങ്കിലും ഡയലോഗ് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ? എങ്ങനെ തിരിഞ്ഞേക്കണ്? അതിനെ അതായത് തിരിഞ്ഞിനാന്ന് ചോദിച്ചാൽ മനസ്സിലാകുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ തിരിഞ്ഞിനാ ലാസ്റ്റ് ചോദിക്കുന്ന നീ എന്ത് ബഗടനാണ്? ബഗഡൻ എന്ന് പറയുന്നത് മണ്ടനാണെന്നാണ്. ആ ഭാഗത്തൊക്കെ ഒരു ഭാഷയാ. ബഗഡനാന്നാണ്. തിരിഞ്ഞിനാന്ന് തിരിഞ്ഞാ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? നമ്മൾ സാധാരണ ചോദിക്കുന്നത് പറഞ്ഞാൽ തിരികില്ലേ എന്ന് ചോദിക്കില്ലേ? നമുക്കൊക്കെ കുറെ സ്ലാങ്ങുകൾ അറിയാം മലയാളത്തില്. എനിക്കൊരു സ്ലാങ് പറഞ്ഞോളൂ. അപ്പൊ പിന്നെ കാസർഗോഡ് സ്ലാങ് സിനിമയിൽ പറഞ്ഞല്ലേ? അതിപ്പോ ഞാനിവിടെ സംസാരിച്ചു. ഞങ്ങള് കണ്ടിട്ടുണ്ട് കുറെ മൂവിയിൽ. സിനിമയിലല്ലേ ഞാൻ എവിടെയെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്? കുറെ മൂവിയിൽ കണ്ടിട്ടുണ്ട്. മൂവിയിൽ എന്തെല്ലാം സംസാരിക്കുന്നുണ്ട്. മൂവിൽ 2, 3, 4, 5, 10 ആൾക്കാരൊക്കെ ഇടിച്ചിരുന്നില്ല. എനിക്ക് ഒരാൾക്ക് പോലും എന്തെല്ലാം പറ്റും. നമുക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഞങ്ങളെ പോലുള്ള ബഡ്ഡിങ് ആർട്ടിസ്റ്റുകൾക്ക് ഞങ്ങൾ ഐഡിയൽ പേഴ്സൺ ആക്കുന്ന ഒരു മഹാനടൻ തന്നെയാണ് മമ്മൂക്ക. മമ്മൂക്ക വന്ന സമയത്ത് ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. അപ്പം മമ്മൂക്കയെ അന്ന് ഇൻസ്പയർ ചെയ്ത എന്തായിരുന്നു? നമുക്കന്ന് നിലവിലുള്ള സിനിമകളൊക്കെ തന്നെയാണ്. സിനിമ, നാടകം, പിന്നെ ഇന്നത്തെ പോലെ അധികം സിനിമകൾ കാണാനുള്ള അവസരവും TV, അങ്ങനെ ടെലിവിഷൻ, ഇന്റർനെറ്റ്, അങ്ങനെ നമുക്കൊരു സാധ്യതകളും ഇല്ല അന്ന് സിനിമകൾ കാണാൻ. നമ്മൾ നമ്മുടെ കാലഘട്ടത്തിലെ നടന്മാരും അന്ന് കാലത്തും മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ പിന്നെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ കാസറ്റുകൾ വരാൻ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അവരിൽ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആഗ്രഹ നടനാണ്. ഞാൻ അങ്ങനെ സിനിമയിൽ നൈസർഗികമായ അല്ലെങ്കിൽ അഭിനയകലയുള്ള ആളല്ല. ഞാൻ എൻ്റെ പരിശ്രമം കൊണ്ട് അഭിനയിച്ച് എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്നെ പരീക്ഷിച്ച് നന്നാക്കിയ ആളാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ടാലൻ്റ് ഉള്ള ആളല്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലല്ല പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു എന്താ പറയുക, ഒരു ട്രെയിൻഡ് ആക്ടറല്ല. എനിക്ക് ഇപ്പം നമ്മൾ അഭിനയിക്കാൻ ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ വേറെ ഒന്നും പ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, മിമിക്രി കാണിക്കുമായിരുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ട്രെയിനിങ് ഒന്നുമില്ല, എക്സ്പോഷർ ഇല്ല. മിമിക്രിക്കാർ ശരിയാ. ഞാൻ നിങ്ങളുടെ സിദ്ദീഖൊക്കെ എൻ്റെ ജൂനിയർ ആയിക്കാർ, ജസ്റ്റ് ജൂനിയേഴ്സ്. ഇപ്പോഴത്തെ നടന്മാരെ സംബന്ധിച്ചിടത്തോളം അത് കാലഘട്ടം തന്നെയാണ്. ഓരോ കാലം മാറും തോറും പുതിയ സങ്കേതങ്ങളുണ്ടാകും, പുതിയ അവസരങ്ങളുണ്ടാകും, പുതിയ എക്സ്പോഷറുകളുണ്ടാകും. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നാടകം കഴിഞ്ഞു, TV കഴിഞ്ഞു, സീരിയൽ കഴിഞ്ഞു, ഇപ്പോൾ ഡിജിറ്റൽ യുഗം വന്നു. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സിനിമ ഉണ്ടാക്കി നിങ്ങൾക്കും കാണാം, മറ്റുള്ളവർക്കും കാണാം. യൂട്യൂബ് സിനിമകൾ വരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ വരും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങ് വന്നുകൊണ്ടിരിക്കും. അത് മാറ്റങ്ങളാണ്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകുമ്പോൾ പുതുതായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വളർച്ചയുണ്ടാകും. കുറച്ചുകൂടി നിങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കാലത്ത് നിങ്ങളത്രയും മത്സരങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല. മത്സരിക്കാൻ എത്തുന്നവർക്ക് നമ്മളത്ര എത്താൻ പറ്റാത്തതുകൊണ്ടാണ് മത്സരിക്കാൻ ആളില്ലായിരുന്നു. നമ്മളോടൊപ്പമോ നമ്മളെക്കാൾ കൂടുതലോ കഴിവുള്ള ആളുകൾ കൂടെ ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും നമ്മളെ പോലെ ഒരു അവസരം കിട്ടാൻ ഭാഗ്യത്തിൻ്റെ അവസരം കിട്ടാത്തവരാണ് പലരും അറിയപ്പെടാതെ പോകും. നിങ്ങളെ പക്ഷേ ഒരുപാട് പേർക്ക് ഒരുപാട് വേദികളുണ്ട്. വേദി എന്നാൽ ഞാൻ പറഞ്ഞത് ഇപ്പം നാടകവേദിയോ ടെലിവിഷൻ്റെ സ്റ്റേജ് ഉണ്ട്, ടെലിവിഷൻ സീരിയൽസ് ഉണ്ട്, ഇതുപോലെ ഷോസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ്, ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. പണ്ടൊക്കെ ഒരു ഷോട്ട് അഭിനയിച്ചിട്ട് ആ ഷോട്ട് നമ്മൾ അഭിനയിച്ച് തെറ്റിച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറും ഡയറക്ടറും ചീത്ത പറയും. കാരണം രണ്ടാമതെടുക്കാനുള്ള ഫിലിമിൻ്റെ വില കൂടുതലാണ്. ഇപ്പോൾ ഡിജിറ്റലിൽ 10-15 ടേക്ക് പ്രൊഡ്യൂസർ തന്നെ പറയും. നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്ട്രെയിനാണ്. പണ്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഒരു ടേക്കോ 2 ടേക്ക് കൂടുതൽ പറ്റില്ല.
അപ്പോൾ അതല്ലല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ട്രെയിൻ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും എന്താ പറയുക റിഫൈൻ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ കൂടുതലാണ്. അത് ഇനി വരുന്ന തലമുറകൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. അതിലോർത്ത് നമുക്ക് ദുഃഖിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കാലം വരെ. പക്ഷേ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും നമ്മൾ ഉണ്ട് എന്നുള്ളൊരു ഭാഗ്യം. ഫ്ലവേഴ്സ് TV ഫാമിലിയാണ്. അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്ക എന്താ ഏത് ഫാമിലി? ഫ്ലവേഴ്സ് TV ഫാമിലി. എനിക്ക് വയ്യ, ഒന്നുമില്ല. അല്ല, നമുക്ക് ധാരാളം TV ഷോസ് ഒക്കെ കാണാറുണ്ട് കേട്ടിട്ടുണ്ട്. കാണാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, കേൾക്കാറുണ്ടെന്ന് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നവര് പറയും. ഞാൻ കാണും, ഞാൻ നിങ്ങളുടെ എല്ലാ പരിപാടിയും കണ്ടു, ഒരുവിധം എല്ലാം കാണാറുണ്ട്. ഞാൻ ആൾക്കാരെയൊക്കെ അന്വേഷിച്ചുണ്ട്. ഏത് ടൈപ്പ് പ്രോഗ്രാംസാ കാണാറുള്ളത്? പറഞ്ഞ അബദ്ധമല്ലേ? ഏത് നമ്മളെല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞില്ല. ഏത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കോമഡി ആണോ ഇഷ്ടം? സീരിയൽ കോമഡി ഇഷ്ടമില്ലാത്തവരില്ല. സീരിയൽ അങ്ങനെ കാണാറില്ലാതില്ല. ഇപ്പൊ ഫ്ലവേഴ്സ് ടിവിയിലെ കുട്ടി കുറുമ്പന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഹായ് പറ മമ്മൂക്കന്റെ അടുത്ത്. അപ്പൊ മമ്മൂക്കാക്ക് ഒരു വിഷു കൈനീട്ടം കൊണ്ടാണ് ഇവർ എത്തിയിരിക്കണത്. വാ എല്ലാരും വാ. തല്ലാൻ പോണ പോലെ വരരുത്, വാ. പക്ഷെ അവിടെ കിടന്നിട്ടില്ലേ? ഓക്കെ, എന്താ കൊടുക്കാൻ പോണേ വിഷു കൈനീട്ടം? വാ. അടിപൊളി പെർഫോമൻസ്. ഈ അടിപൊളി പെർഫോമൻസ് ആരാ പഠിപ്പിച്ചു തന്നത്? പിന്നെ അടിപൊളി പെർഫോമൻസ് നമ്മൾ പറയരുത്. അടിപൊളി പെർഫോമൻസ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം കേട്ടോ. നീ അങ്ങനെ പറയരുത്. ഞങ്ങളൊരു പെർഫോമൻസ് നടത്താൻ പോണ, അത് അടിപൊളിയാണോ അല്ലോ എന്ന് കണ്ടവർ തീരുമാനിക്കണം. അപ്പൊ ഒരു അടിപൊളി പെർഫോമൻസ് നടത്തുക കാണട്ടെ. എന്താണ്? കാണാം, എന്നാ നടത്ത്, പെർഫോമൻസ് കാണാം. ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. അയ്യേ, ഇവരാണ് പരിഷ്കാരി. പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ? ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരു മാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 36 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈറ്റ്. ആറ് പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ഈ ബെല്ലാരിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. എന്നോട് മുടാച്ചാലുണ്ടല്ലോ പല കേട്ടാ. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്ഷാണെന്ന് വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടി മടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തള്ള നിനക്ക് തെറ്റേ. ഇത്രയും കാലം എന്റെ പോത്തുകളെ മേടിച്ചോണ്ടിരുന്ന സകല മലയാളിമാരെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണോണ്ട്. രാജുട്ട എഴുതി വാങ്ങിയരുടെ ഇവന്റെ സാവര ജംഗമോ അല്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ള കലിപ്പ് തീരണില്ലല്ലേ. ഗണ്ണുകൾ കഥ പറയുന്നു, ഗലികളിൽ ചോര ഊറുന്ന സമയം. അവിടെ എൻ്റെ പപ്പ ഡേവിഡ് നായർ. മിസ്റ്റർ ഡേവിഡ്, കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല. And nothing really matters.
ഞങ്ങള് കുട്ടിക്കുറുമ്മമാര് വാ. അതെ, നിങ്ങൾ ഈ ഇപ്പൊ കാഴ്ച തരുന്നതൊന്നും പഠിക്കരുത്, ഒരിക്കലും പഠിക്കരുത്. ഈ സാറമ്മ ചേട്ടന്മാര് മിമിക്രി ചെയ്യുന്ന ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളെ 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 ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം നിങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? ആരോ ഒരാൾ കാണിച്ചു, അയാളെ കുറേ പേര് കാണിച്ചു, അങ്ങനെ പല 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 അതായത് തീരെ എന്താ പറയുക കാക്ക ശ്രദ്ധിച്ച പോലെ ആയിപ്പോകുന്നു. നിങ്ങൾ ഒറിജിനൽ ആക്ടേഴ്സ് ആവണം കേട്ടോ. ഇത് നല്ലതാണ്, പക്ഷേ നല്ല ചീത്തയുമാണ്. നിങ്ങളുടെ ഒറിജിനൽ ടാലൻ്റ് ഇല്ലേ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് സ്വന്തമായിട്ട് അതുപോലെ ചെയ്യണം. നിന്റെ സ്റ്റൈലിൽ എന്താ നീ നടക്കുന്നത്, നീ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, അത് ശരിയല്ല. സ്വന്തമായിട്ട് ഒരു ശൈലി ഉണ്ടാക്കണം. കുട്ടികൾക്ക് അത് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് എല്ലാം ഇവർ പറയണ പോലെ ചെയ്യരുത്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൂടെ ഇടാൻ പഠിക്കണം. പറഞ്ഞാൽ മനസ്സിലാവണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും നന്നായി വരണം. താങ്ക് യു സോ മച്ച് കുട്ടി. നന്നായിരുന്നു പരിപാടി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടാറ്റാ. ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് മമ്മൂക്ക ഡേറ്റ് നൽകിയിട്ടുണ്ട്. ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല സംവിധായകരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയ സംവിധായകനാണ് ഹനീഫ് അദേനി. അപ്പോൾ ഗ്രേറ്റ് ഫാദർ എന്ന ഈ ഹിറ്റ് ചിത്രത്തിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഹനീഫ് അദേനിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹനീഫ് അദേനിയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നന്നായിട്ടുണ്ട്, നല്ല പയ്യനാണ്, നന്നാവും വിചാരിക്കുന്നു. കാരണം അയാൾ തന്നെ എഴുതി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അയാളുടെ മനസ്സിലുള്ള ഷോട്ടുകളെ പറ്റി നല്ല ധാരണയുണ്ട്. പിന്നെ എങ്ങനെ വേണം ക്യാരക്ടേഴ്സ് എങ്ങനെ പ്രസന്റ് ചെയ്യണം, എന്തെങ്ങനെ ഡയലോഗ് വേണം, ആ ഡയലോഗിന്റെ നമ്മുടെ റെൻഡറിങ്ങിന്റെ ഇന്റൻസിറ്റി എങ്ങനെ വേണം എന്നൊക്കെ കൃത്യമായിട്ട് ധാരണയുള്ള ആളാണ്. നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യുമ്പോഴും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തന്നെ കഥാപാത്രത്തിൻ്റെ അയാൾക്ക് കഥാപാത്രത്തെ പറ്റിയുള്ള ധാരണയോ തീരുമാനങ്ങളോ ഒന്നും മാറ്റി ചെയ്യാതിരിക്കുന്ന രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ്. അത് സാധാരണ സാർ ചെയ്താട്ടെ എന്ന് പറയുന്ന പോലെ അല്ലാതെ നീ ഇന്ന പോലെ വേണം എന്ന് പറയുന്ന സംവിധായകനാണ്. അത് വലിയ നല്ല ലക്ഷണമാണ്. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ പോർക്കുന്ന കാലം, പൂക്കാലം, പൂജപ്പൂ നീ പൂജിപ്പൂ ഞാൻ. മുസ്തഫക്ക ഇതെന്താ തോളിലിട്ട് കൊണ്ടുവന്നിരിക്കണവനെ? അല്ല അതെ, ഞാൻ കുറെ പിള്ളേർ ആ മൈതാനത്ത് നിന്ന് പന്ത് കളിക്കുന്നു. അപ്പൊ ഇവ പന്ത് കളിക്കാനായിട്ട് അവിടെ ചെന്ന്, അപ്പൊ ഈ പിള്ളേർക്ക് പന്ത് ഏതാ യവനേതാന്ന് അറിയാൻ അവിടെ ഇട്ട് തട്ടുന്നവനെ. അപ്പൊ ഞാനത് അതിനകത്ത് നിന്ന് കരഞ്ഞപ്പോ പിടിച്ചോണ്ട് ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ വിളിച്ചോണ്ട്. ഇത് സൂരജ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മികച്ചൊരു കുട്ടിയാണ്. ഇത് മികച്ച കുട്ടിയാണ്, പക്ഷെ പഠിത്ത കാര്യം വരുമ്പോ ഇവ പകച്ചു പോയിക്ക അവിടുന്ന്. അങ്ങനൊന്നുമല്ല. ഇക്ക നമസ്കാരം. ഗ്രേറ്റ് ഫാദർ ഞാൻ കണ്ടു, സൂപ്പർ പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇക്കാണല്ലോ ഗ്രേറ്റ് ഫാദർ, പക്ഷെ ഇയാളാണ് ഇവിടുത്തെ ഗേറ്റ് ഫാദർ. ഗേറ്റ് ഫാദറോടാ? ആ, 4 നേരം ഫുൾ ടൈം ഈ ഗേറ്റും നോക്കിയിരിക്കുന്ന വായും പൊളിച്ചിരിക്കുന്ന ആളെ ഗേറ്റ് ഫാദർ എന്നല്ലേ വിളിക്കുക അല്ലേ? നിന്റെ തോന്നിയത് കാരണം എനിക്കിത് വേണോടാ. കാരണം എനിക്ക് അവിടെ കിടന്ന ആ പിള്ളേരെ നെടി കൊണ്ടപ്പോഴത്തെ ഞാൻ ഇവിടെ പിടിച്ചോണ്ട് വന്നു. അപ്പൊ എനിക്കിത് വേണം, ഇത് കിട്ടണം എനിക്ക്. ഇവരിങ്ങോട്ട് കയറി വന്ന എന്തിനാണെന്നറിയാമോ? പിള്ളേരെ നെടി കൊണ്ടേന് പ്രതികാരം ചെയ്യാൻ ആളെ കൊണ്ടുവന്നേ. അല്ല, പ്രതികാരം ചെയ്യാൻ ആളെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഇവിടെയല്ലേ ഗ്രേറ്റ് ഫാദർ ഇരിക്കുന്നേ, അപ്പൊ ഇവിടേക്കല്ലേ വരണ്ടേ? അല്ല, ഗ്രേറ്റ് ഫാദർ ഇരിക്കുന്നുണ്ട്, നീ നിന്റെ ഫാദറിന്റെ അടുത്തല്ലേ പോണ്ടത്? അയ്യോ, എന്റെ ഫാദറിന്റെ അടുത്ത് ഗ്രേറ്റ് ഫാദറിന്റെ അടുത്തുള്ള ഒരു തോക്കുന്നില്ലല്ലോ, ആകെ ഒരു തേപ്പ് പലക മാത്രമാണ്. അത് വെച്ചിട്ട് എന്തോ കാട്ടാനാ? അങ്ങനെയാണ് ഇക്ക വരണേക്ക. അവന് നമുക്ക് കഴിഞ്ഞു വരുമല്ലേ. ആരാടാ തല്ലിയത്? ആരാ തല്ലിയത് നിന്നെ? അയ്യോ, അവന്റെ പേര് എനിക്കറിയില്ല. പേരറിയില്ല? ആളെ കണ്ടറിയോ? കണ്ടറിയാം. അവന്റെ മുന്നിൽ 2 പല്ല് പോയിട്ടുണ്ട്. അവന്റെ പല്ലടിച്ച് തെറിപ്പിച്ചല്ലേ അവൻ എന്നെ എടുത്തടിച്ച് അടിച്ചേ. ഇക്ക വരണേ ഇക്ക, പ്ലീസ് ട്ടോ. എന്റെ പല്ല് വിടരുന്നോട്ടോ മോനെ. അല്ല, ഇക്കന്റെ പല്ല് പോവാന്ന് ഞാൻ നോക്കിക്കോളാം. ഇക്കൊന്ന് വന്ന് തന്നാ മതി. അപ്പൊ നീ നിന്റെ പല്ല് പോകാൻ നോക്കി, അവരാൾക്കൂട്ടം കുട്ടി ഇടിച്ച് പല്ലുള്ളത് പോകും. ശരിക്കും ഇത് ഒറിജിനൽ പല്ലാണോ? ഒറിജിനൽ പല്ല, കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ്. ചെറുതായോണ്ടേ. പേരെന്താ പറഞ്ഞ? സൂരജ്. സൂരജ് എന്ത് ചെയ്യുന്നു? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കാം ഇവിടെ, പക്ഷെ ശരിക്കും ഞാൻ PG ചെയ്യാം. മാറിയേക്ക് ഇങ്ങോട്ട്. എന്ത് PG ചെയ്യാന്ന്? ഞാൻ M.Com. എവിടെയാണ്? ഡിസ്റ്റന്റ് ആയിട്ടാ ചെയ്യുന്നത്. പെരിന്തൽമണ്ണ. വീട് എവിടെയാ? പെരിന്തൽമണ്ണ, മലപ്പുറം. നിങ്ങൾ ശരിക്കുള്ള ആളെ ഒന്ന് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ശരിക്കുള്ള സൂരജ് ആരാണ്? വീട് എവിടെയാണ്? വീട് തേലക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. എവിടെയത്? പെരിന്തൽമണ്ണ, തേലക്കാട്. പെരിന്തൽമണ്ണ എങ്ങോട്ട് പോകും? പെരിന്തൽമണ്ണ ഊട്ടി റോഡിന് പോവാ. ഊട്ടി റോഡില് കാര്യവട്ടം, ചുങ്കം, മണ്ണാർക്കാടൊക്കെ അടുത്താ.
മണ്ണാർക്കാട് ഭാഗത്താ? അച്ഛനമ്മ എന്ത് ചെയ്യുന്നു? അച്ഛനമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ബാങ്കിൽ കളക്ഷൻ വരുന്നതാണ് അച്ഛൻ. അമ്മ എന്നൊക്കെ ഇങ്ങനെ നോക്കി. മമ്മൂക്ക ഇനി ചോദ്യം ചോദിച്ചാൽ അവന്റെ സ്കിറ്റ് പൊളിയും. അതാ പ്രശ്നം. യവനിനി അടുത്ത് പറഞ്ഞാലേ എനിക്ക് പറയാൻ നോക്കൂ. വേഗം പഴയ സൂരജ്. ഓക്കെ റെഡി. മറ്റേ സ്ഥലം നീ വന്നതെന്തിനാ പറ. ഇത് ലവ് ലെറ്റർ. തോന്നിയ ദിവസം മേലെ കാണിക്കരുത് കേട്ടാ. ഒരു കുട്ടിയുടെ പപ്പയാണ് ഇരിക്കുന്നത്. ഈ പപ്പയുടെ മുമ്പിൽ വെച്ച് ആ കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുക്കാന്ന് വെച്ചാൽ തോന്നിയ ദിവസം ആ കുട്ടി ഞാൻ നല്ല പരിചയക്കാരാണല്ലോ. പരിചയമുണ്ടോ നമ്മളതിനെ? എനിക്കറിയില്ല. അറിഞ്ഞൂടെ? എന്നെ അറിഞ്ഞൂടെ? ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി മുസ്തഫ. എന്നെ അറിഞ്ഞൂടെ? എന്നെ അറിയാം. കുറച്ച് വിട്ടെന്നിട്ട് സംസാരിച്ചു കുറുകാതെ മാറിയില്ലേ? അപ്പൊ ഇതെന്ത് കാര്യത്തിന് ഈ ലവ് ലെറ്റർ കൊടുത്ത് തോന്നിയ ദിവസമായി പോയി. അത് ശരിയല്ല. പപ്പയുടെ മുമ്പ് വെച്ച് കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തത് ശരിയായില്ല. അതെന്താ കുട്ടിക്ക് പ്രശ്നമില്ല, കുട്ടിയുടെ പപ്പയ്ക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. പിന്നെ കണ്ടോണ്ടിരുന്ന ഇക്കാക്ക് എന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. ഇങ്ങനെ കുറെ സദാശിവം പോലീസ് ഇറങ്ങും. ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് അങ്ങനെ ഓരോരുത്തരും ഇറങ്ങിക്കോളും. മനുഷ്യനെ മെനക്കെടുക്കാൻ വേണ്ടി. നീ ഇങ്ങോട്ട് മാറിയില്ലേ? ഞാനേ ഇവനിപ്പോ തൽക്കാലത്തായി ഞാൻ കൊണ്ടുപോവാ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന കൊച്ചു പിള്ളേർക്ക് എല്ലാം ഇവൻ ലവ് ലെറ്റർ കൊടുക്കും. കാരണം ഇതിന്റെ കോപ്പി 15 എടുത്ത് പാക്കറ്റ് ഇട്ടിരിക്കുക. ജീവിച്ചു പോണ്ടേക്കാ വെറുതെ. ഈ ലവ് ലെറ്റർ കൊടുത്തിട്ടാണ് ജീവിച്ചു പോകാൻ നിൽക്കുന്നത്. നിങ്ങൾ മാറി. ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഇടയിൽ കയറി വീഴല്ലേ? നമസ്കാരം. എനിക്ക് എല്ലാ പടവും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ജീവനാണ്. ഞാനല്ലേ പറയുന്നത്. എന്റെ മമ്മൂക്കയില്ലേ, പിന്നെ നീ എന്തിനാ? നീ എന്റെ കാര്യം നോക്കി. അപ്പൊ ഞാൻ ആരെ കണ്ടാലും എനിക്ക് സല്യൂട്ട് ഉണ്ട്. അന്ന് ഞാൻ തരുവാണ് സല്യൂട്ട്. എന്റെ പ്രത്യേക സല്യൂട്ടാണ്. ഇത് സാധാരണ ഈ 3 അടി. പക്ഷെ അതെ ഇക്കേ കണ്ടപ്പോ വിറച്ച് മൊത്തം. അപ്പൊ അങ്ങനെ 5 അടി ആയി പോയതാണ്. സാധാരണ 3 അടിയാണ്. ഒന്നുകൂടി ഇരിക്കട്ടെ. വലിയ സന്തോഷം. ഞാൻ പൊക്കോട്ടെ. മമ്മൂക്ക, ഞങ്ങള് മലയാളി വീട്ടമ്മയിലെ കണ്ടസ്റ്റൻസ് ആണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഞങ്ങളെല്ലാം മമ്മൂക്കയുടെ ഭയങ്കര ഫാൻസ് ആണ്. ഞങ്ങൾക്ക് ഇപ്പൊ മമ്മൂക്ക ഗ്രേറ്റ് ഫാദർ ആണ്. ഞങ്ങൾക്ക് അറിയാം ഒരു ഗ്രേറ്റ് ഹസ്ബൻഡ് ആണ്. ഒക്കെയാണ്, നല്ല റോളാണ്. ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മമ്മൂക്കയുടെ മനസ്സിൽ ഒരു നല്ല വീട്ടമ്മയ്ക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത് തീരെ ഒരു സ്ത്രീ വിരുദ്ധ പ്രസ്താവനയായി പോകും. സ്ത്രീകളെല്ലാവരും വീട്ടമ്മയായിട്ട് വീട്ടുകാരും നോക്കി നിൽക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളല്ല ഞാൻ. സ്ത്രീകൾ സമൂഹത്തിൽ പുരുഷനെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഈ വീട്ടമ്മയോട് എന്ന് പറഞ്ഞ സങ്കല്പം പോലും എനിക്കിഷ്ടമല്ല. സ്ത്രീകൾ വീട്ടമ്മമാരല്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പുരുഷന്മാരൊക്കെ വീട്ടച്ഛന്മാരുമാണ്. വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ കൂടുന്നതാണ് വീട്ടമ്മ എന്ന ഹൗസ് വൈഫ്. അത് ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളവൽക്കരണമാണ് വീട്ടമ്മയാക്കുന്നത്. അപ്പോൾ അതും ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം വീട്ടമ്മ ഹൗസ് മേക്കർ എന്ന് മാറ്റിയിട്ടുണ്ട് കുറേ. ഹൗസ് മേക്കർ എന്നാലും പിന്നെ വീട്ടിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. സ്ത്രീകൾ സമൂഹത്തിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്നില്ല, സമൂഹത്തിൽ പുരുഷനോളം തന്നെ പ്രാധാന്യമുള്ള, പുരുഷനോളം തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സ്വാധീനം ചെലുത്താവുന്നവരും സ്ഥാനങ്ങൾ നിലനിർത്താവുന്നതുമായ കഴിവുള്ള ആൾക്കാരാണ്. 2 ഭാഗങ്ങളിലാണ്, 2 ശാരീരിക രീതിയുള്ള, 2 ഫിസിയോളജി ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പുരുഷൻ വേറെയും സ്ത്രീ വേറെയും മനുഷ്യരല്ലാതാവുന്നു. 2 പേരും മനുഷ്യരാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന എല്ലാത്തിലും 2 വിഭാഗമുണ്ട്, ആണും പെണ്ണും എല്ലാത്തിലും. അപ്പം അതുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തി സ്ത്രീകൾ വീട്ടമ്മമാരാകാൻ ഇന്നതുപോലെ വേണം, കാലത്തെ കുട്ടികളെ കുളിപ്പിക്കണം, പള്ളിക്കൂടത്തി കൊണ്ടുപോകണം, അതൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്ന ആളല്ല. അതൊന്നും അല്ല സ്ത്രീകളുടെ ജോലി. അത് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചേരുന്നുള്ള ജോലിയാണ്. പിന്നെ കുറേ ജോലികൾ സ്ത്രീകൾക്ക് മാറ്റിവെക്കുക, പുരുഷന്മാർക്ക് കുറേ ജോലികൾ മാറ്റിവെക്കുക, അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആളല്ലേ. എൻ്റെ വീട്ടിൽ അങ്ങനെ ആകരുന്ന ആഗ്രഹം. പിന്നെ സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ. നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ പരസ്പരം സ്നേഹം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതൊരു ജോലിയാണ്, ചുമതലയാണ്, ഉത്തരവാദിത്തമാണെന്ന് ഉള്ള ധാരണയ്ക്ക് ഞാൻ അനുകൂലമല്ല. സന്തോഷമായോ?
ശരിക്കും എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു, വീട്ടമ്മ ശരിക്കും ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട ആളാണോ എന്നാണ് അതൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ആ ഉത്തരം പറഞ്ഞത്. പുരുഷന്മാർക്ക് ആർക്കും ഒന്നും തോന്നണ്ട, വീട്ടിൽ എല്ലാവരും പൂച്ചകളാണെന്ന് എനിക്കറിയാം. പുറത്ത് മാത്രമേ ഉള്ളൂ പുലി. എങ്ങനെയാ വീട്ടില്? ഞാൻ വീട്ടിൽ ഇവിടുത്തെ പോലെ തന്നെ. പൂച്ചയാണോ പുലിയാണോ? ഞാൻ എൻ്റെ കുട്ടികൾക്ക് അച്ഛനും എൻ്റെ ഭാര്യയ്ക്ക് കാമകനും ഭർത്താവുമാണ്. എൻ്റെ അമ്മയ്ക്ക് മോനാണ്, സഹോദരങ്ങൾക്ക് സഹോദരനാണ്. അതൊക്കെ തന്നെ നിങ്ങൾ സിനിമയിൽ കാണുന്ന ഈ ഡേവിഡ് നൈനാനൊന്നുമല്ല ഞാൻ. ഒരു കാര്യം കൂടെ, എല്ലാ ആണുങ്ങൾക്ക് പിറകിലും ശക്തിയായിട്ടൊരു പെണ്ണുണ്ടെന്ന് പറയും. ഭാര്യയും അമ്മയും അല്ലാതെ നല്ലോണം സ്വാധീനിച്ച ഒരു സ്ത്രീ ആരാണ്? അങ്ങനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വാധീനിച്ചെന്നുള്ളതാണ് നമ്മുടെ അങ്ങനെയല്ല. ഞാൻ അവരുമായിട്ട് ഇടപഴകുന്ന എൻ്റെ സഹപ്രവർത്തകർ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അവരെല്ലാവരും ഒരേപോലെ എൻ്റെ തൊഴിൽ എന്നെ സഹായിക്കുന്നല്ല. സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വാധീനിക്കുന്നത് എല്ലാവരെയും അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഗ്രേറ്റ് ഫാദർ മൂവി ഭയങ്കര ഹിറ്റാണ്. എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞ മൂവിയാണ്. എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്ന മൂവിയാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് ഗ്രേറ്റ് ഫാദർ മൂവിനെ പറ്റി പറയുന്നത്. ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ ഈ ഗ്രേറ്റ് ഫാദറിന്റെ ഷോ ആണെന്നുള്ള ഓർക്കുന്നല്ലേ? അല്ല, അപ്പൊ ഗ്രേറ്റ് ഫാദറിനെ പറ്റി ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങള് നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ കണ്ടാലോ? അങ്ങനെ പറയുന്നുണ്ടോ ആരെങ്കിലും? കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ആരാത്? നല്ല സൂപ്പർ പടമായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ. ഞങ്ങൾക്ക് ഈ പടം എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങളെ പോലത്തെ ഒരു കൊച്ചിൻ്റേതാണല്ലോ അതിനകത്ത് ആ സിനിമ കഥയാണല്ലോ അതിനകത്ത് കാണിക്കുന്നത്. അച്ഛൻ്റെതായ എല്ലാ കരുതലുകളും കൊച്ചിന് ആ സിനിമയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. ഞങ്ങളിലും പലർക്കും അച്ഛനില്ല. ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇതുപോലത്തെ ഒരു അച്ഛനെ ഉണ്ടാവണം ഞങ്ങൾ ആഗ്രഹിച്ചു. അടിപൊളി സിനിമയാണ് ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ. We love you, Amuka. ഗ്രേറ്റ് ഫാദറിലെ ഡേവിഡ് നൈനാൻ അയാളുടെ സ്വന്തം മകളുടെ സംരക്ഷകനായിരുന്നു. പക്ഷെ അത് നമ്മുടെ സിനിമയിൽ ഉദാഹരണത്തിന് കാണിക്കുന്നതാണ്. നമ്മുടെ പുരുഷന്മാരെല്ലാവരും ഞാൻ ഈ വീട്ടമ്മമാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നായകൻ, നമ്മുടെ വീരനായകനാകുന്ന എപ്പോഴും സ്ത്രീകളെ സംരക്ഷിക്കുമ്പോഴാണ്. സ്ത്രീകളെ എല്ലാ വീരനായകന്മാരും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ മഹാഭാരതമായാലും ശരി, രാമായണമായാലും ശരി, അങ്ങനെ എല്ലാ നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ എല്ലാ വീരകഥകളിലെയും വീരനായകന്മാരെപ്പോഴും സ്ത്രീകളെ സംരക്ഷിക്കുന്നവരാണ്. സ്ത്രീകളെ ദ്രോഹിക്കുന്നവരും പുരുഷന്മാരാണില്ലെന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ദ്രോഹിക്കുന്ന ആൾക്കാരെ, സ്ത്രീകളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു പുരുഷനും വീരനായകൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡേവിഡ് നൈനാനെ ഒരു ഹീറോ, വീരനായകൻ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സദാചാര പോലീസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് പക്ഷേ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. അവർ ചിലപ്പോൾ അതിൽ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നവരുണ്ടാവും, ചീത്ത ഉദ്ദേശത്തോടെ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ സ്ത്രീകളോട് ഒരാൾ പെരുമാറുന്നതിൽ എന്താണ് സത്യമെന്നറിയാതെ ഇടപെടാം, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്നതിൽ നമുക്ക് ഇടപെടാൻ പാടില്ലാത്തതുകൊണ്ട്, പാടുള്ളതുകൊണ്ട്. പക്ഷെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇടപെടുകയും അത് വേറെ കുഴപ്പങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതല്ലാതെ സ്ത്രീകളോട് മര്യാദയ്ക്ക് നമ്മൾ തന്നെ പെരുമാറി, സ്ത്രീകളോട് ഉള്ള സമീപനത്തിൽ, പുരുഷന്മാരുടെ ഒക്കെ സ്ത്രീകളുടെ സമീപനത്തിൽ മാറ്റം വരുത്തി തന്നെ നമ്മൾക്ക് നായകന്മാരാകാൻ പറ്റും. സാധാരണ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ള പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാണ്, സ്ത്രീകളോട് ലേശം ഡൗൺ ആയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഉൾപ്പെടെയെന്ന് വെച്ചോളൂ. അതിനല്ലാതെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉയരത്ത് നോക്കേണ്ട നമ്മുടെ ലെവലിൽ തന്നെ നോക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു വലിയ മഹാകാര്യമാണ് നമ്മുടെ സമൂഹത്തോട്. ഇപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സംഘടിക്കേണ്ട ഒരു അവസ്ഥയൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകൾ ഞങ്ങൾക്ക് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്ന അങ്ങനെ എന്തിനാ? നമുക്ക് എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നമ്മുടെ മറ്റൊരു ലിംഗമാണ് അവർക്കുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. അത് അങ്ങനെയാണ് സമൂഹം നിൽക്കുന്നത്.
ലോകം നിൽക്കുന്നത്. നമ്മുടെ പുനർജനികൾ ഉണ്ടാകും, പ്രജനനങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാമെന്ന് കഴിഞ്ഞാൽ ലോകമില്ല, അവസാനിക്കും അതോടുകൂടി. അവരെങ്ങനെ ചേർന്ന് പോകുന്നു, എങ്ങനെ ഒത്തുചേരുന്നു, അതിൻ്റെ ഒരു നന്മയിലാണ് നമ്മുടെ ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതാണ്, ഈവൻ സസ്യങ്ങളിൽ പോലും. പുരുഷനും സ്ത്രീയും ആ ഇണകൾ കൂടെ ചേർന്നാണ് നമ്മുടെ ജീവിതവും ലോകവും നിലനിൽക്കുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ എല്ലാവരും പോയാൽ വളരെ നല്ലത്. ഞാനിത് പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ്, നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഗ്രേറ്റ് ഫാദറിനെ കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞ ഈ മക്കള് ഇവിടെ ഉണ്ട്. ഈ വിഷുദിനത്തില് മമ്മൂക്കനെ കാണണം എന്നുള്ള ആഗ്രഹമായിട്ട് വിളിക്കട്ടെ. വാ മക്കളെ. ഇത് നമ്മുടെ സാറയുടെ പ്രായമുള്ള കുട്ടികളാണ് ഇവരെ, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. ഇവർക്കും പ്രത്യേകിച്ച് സംരക്ഷകരായിട്ട് ആരുമില്ല. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ഈ സമൂഹത്തിലുള്ള പുരുഷ കേസരികൾക്ക് എല്ലാവർക്കും. ഈ കുട്ടികൾക്കൊരു ആപത്തിലും പെടാതെ, കുട്ടികൾക്ക് അനാവശ്യമായ ഒരു അക്രമങ്ങളിലും ഉണ്ടാകാതെ കാത്തുരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മളിൽ പുരുഷ കേസരികൾക്കുണ്ട്, പുരുഷന്മാർക്കുണ്ട്. അതൊരു ഈ സിനിമ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരിലും ഒരു ഡേവിഡ് നൈനാൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. പഠിക്കുന്നുണ്ടല്ലോ അത്? എന്താ പേര്? നമ്മളിതല്ലല്ലോ മറിക. ഓക്കെ തന്നോ നമ്മളാ ലീഡർ? ഇതാരാ? ശോഭാവല്യ. ഇനി എന്താ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, എന്താ ആഗ്രഹം? പാട്ട് വല്ലതും പാടാനാണോ? പറഞ്ഞോ മോള് പറഞ്ഞോ. പാട്ട് പാട്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്ത് തേങ്ങുന്നു ഞാൻ, എൻ്റെ ഓർമ്മകളെ നിന്നെയോർത്ത് പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമം ചൂടി തന്ന നീ മറന്നുവോ, ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, പ്രിയേ ദേവതമം ചൂടി തന്ന പൂ മറന്നുവോ, ദേവിയായി മുന്നിൽ വന്നൊരെന്റെ സ്വപ്നമേ, ദേവലോലമിന്നെനിക്ക് നഷ്ട സ്വപ്നമോ. താങ്ക് യു. ഒരു ലക്ഷ്മി കുട്ടി ഉണ്ടല്ലോ ഇവിടെ. എവിടെ? പാട്ടാണോ? ലക്ഷ്മി കുട്ടിക്ക് എന്താ പറയാനുള്ളത്? മൈക്കതാ. എനിക്ക് അങ്ങളുടെ ഒപ്പം അഭിനയിക്കാൻ നല്ല താല്പര്യമാണ്. നോക്കാം കേട്ടോ. പിന്നെന്താ? ഈ കുട്ടികൾ വേറൊരു ആഗ്രഹം പറഞ്ഞിരുന്നു മമ്മൂക്ക. ഇവർക്ക് എല്ലാവർക്കും മമ്മൂക്കാന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വേണം. ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാനം കാത്തു. അല്ല സൂരജേ, തനിക്കൂടെ പാർട്ട് ടൈം ജോലിയുണ്ടോ? ഹാപ്പി വിഷു. എന്താ പറയുക പറഞ്ഞേ? ശോഭാവലി. വേറെന്താ? പല്ലെങ്ങനെ പോയി? കാണിച്ചു കൊടുത്ത്. എനിക്ക് പോയില്ലത്. തിരിച്ചല്ലോ. എന്താ ഒരു പല്ല് പോയി. ഏത് വേണം? ലക്ഷ്മി. അല്ല സിനിമയിൽ ചാൻസ് വേണോ ഇത് വേണോ? രണ്ടും വേണം അല്ലേ ലക്ഷ്മി കുട്ടി? രണ്ടും വെച്ച ഒരെണ്ണം കൂടെ ഇവന് കൊടുക്കാനില്ലേ?
ആണല്ലേ? നമുക്ക് ഇവരുടെ ആഗ്രഹം തീർന്നില്ല കേട്ടോ. ഒരാഗ്രഹം കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇവർക്ക് എല്ലാവരും ഇവരുടെ അളവിന് സ്റ്റിച്ച് ചെയ്ത് പട്ടുപാവാടയും കുപ്പായമാണ്. അത് ആ ഡ്രസ്സിൽ വന്നിട്ട് മമ്മൂക്കാന്റെ കൂടെ ഒരു വിഷു സെൽഫി എടുക്കണവർക്ക്. പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് ഒരുങ്ങി വരുമോ? എന്നാ പെട്ടെന്ന് വാ. ഞങ്ങളും പോയിട്ട് ഒരുങ്ങി വന്നാലും ഒരു സെൽഫി. തരാം. ഓക്കെ, ഇതിൽ കൂടുതൽ എന്ത് ഉറങ്ങാൻ ഇനി? അവൻ ആപ്പിളാണ് നോട്ടോ, അതാണ് ഇവന്റെ കുഴപ്പം. അല്ല, എന്റെ നോട്ടം ആപ്പിളായിരുന്നു, അതാണ് സത്യാവസ്ഥയാണ്. ഇങ്ങനെ വരുന്നത് ഇത് കോമഡി ഉത്സവത്തിലെ ആദർശിന്റെ പ്രധാനപ്പെട്ട ആദർശങ്ങൾ എന്തൊക്കെയാണ് കേൾക്കട്ടെ. അല്ല, കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിന് മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആദർശിന്. സ്പെഷ്യൽ ഐറ്റം അല്ലേ കാണിക്കാൻ പോണേ? സിനിമാ താരങ്ങളുടെ അല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദത്തിൽ നിന്നും DJ-യിലേക്ക് ഒരു ചൂട് മാറ്റം. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദത്തിൽ നിന്നും DJ-യിലേക്ക്. என்ன ராஷ்டிரியம் அழுமதியாயிட்டான்னு என்ன 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 சோளா சரிதா சீடி சோளா சரிதா சீடி. അടുത്തെന്താ? അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദത്തിൽ നിന്ന്. ശരി, DJ. അതായത് ഒരു ജാതി ഒരു മതം മഞ്ഞക്കിളിയാണ് മോളി മഞ്ഞ മഞ്ഞ. സ്പെഷ്യൽ എന്താണ്? ഗ്രാമഫോൺ സംഗീതത്തിൽ നിന്നും DJ-യിലേക്ക് മാറി. അത് ഗ്രേറ്റ് ഫാദറിലേക്ക്, ഇത് DJ-യിലേക്ക്. ഓ സൂപ്പർ. Great father. Megastar Mammootty. Thank you so much, Adarsh. Thank you. ഇനി കോമഡി ഉത്സവം ടീമിൽ ഋതു. നമ്മുടെ കാലത്ത് മിമിക്രിയുള്ള കാണുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒന്നും കിട്ടാനില്ല. ഇംഗ്ലീഷ് പടത്തിന് ട്രെയിലർ വരും. അപ്പൊ അതാണ് നമ്മുടെ ഈ മിമിക്രിയിൽ ഈ ഭാഗം കാണിക്കുന്നത്. ടിഷും ഡിഷും വെച്ചിട്ട് ഇപ്പൊ സൗണ്ട് വഴിയുടെ ഒക്കെ മാറി. മറ്റേ ടിഷും ഡിഷും ഡിഷ് അതൊക്കെ പോയിട്ട് ഇപ്പൊ വേറെ സൗണ്ട് വന്നു. ഓരോ കാലത്തും ഓരോന്നല്ലേ. നമ്മളൊക്കെ അനലോഗ് കാലത്ത് മിമിക്രി നടത്തിയിരുന്ന ആൾക്കാരാണ്. മമ്മൂക്ക സൂപ്പറായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ടല്ലോ. ആരോ ഇപ്പൊ കാണിച്ചു. ഋതു എന്താണ് ഇവിടെ പെർഫോമൻസ്? ഒരു സിനിമയുടെ വിഷ്വൽ ഇട്ടിട്ട് ഡബ് ചെയ്യാൻ. സ്പോട്ട് ഡബിങ്. ആരുടെ ശബ്ദത്തില്? നമ്മുടെ ദുൽഖർ സൽമാൻ. ഏത് സിനിമ? കമ്മട്ടിപ്പാടം. അല്ല ഗംഗ നിന്റെ ആരാ? അവന്റെ കെട്ടിയവർക്ക് പോലും അവനെ വേണ്ട. പിന്നെ നീ എന്തിനാടാ അവനെ അന്വേഷിച്ച് നടക്കുന്നത്? അവനൊരു പേപ്പട്ടിയാടാ. പിടിച്ച തെരുവ് പട്ടി വീട്ടിൽ കയറി വന്ന തല്ലി കൊല്ലും അല്ലേ? അതേടാ, ഞങ്ങള് തെരുവുപട്ടികളാ. തെരുവുപട്ടികൾക്ക് ഉടമകളില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതുപ്പില. അത് കെട്ടിപ്പൊക്കിക്കുന്ന സിമെന്റ് കല്ലും കൊണ്ടൊന്നുമല്ല, നല്ല കറുത്ത കട്ട പിടിച്ച ചോര ഉണ്ടാ. ഗംഗയുടെയൊക്കെ ചോര. ചോരക്ക് ചോരയുടെ വിളി കേക്കടാ.
നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെ ലൈവായിട്ട് ഒന്നുകൂടെ കേൾപ്പിക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ ജീവിതത്തോട് ഇടിച്ചു കയറിയിട്ട് അവർക്ക് ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്ന പ്രകാശമുണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ തെളിവയ്ക്കാൻ നമ്മൾ ജീവിച്ചു. മറ്റാരെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചു പോയാൽ അതിൽ ചില പ്രശ്നമാവും. ടെസ്റ്റിനോട് പൂരങ്ങളിലെ വരാൻ പറ. ആൾ കൊടുത്തിട്ടേ ഞാനുണ്ടാവും. കണ്ടുപിടിക്കാൻ. താങ്ക് യു സോ മച്ച് കുട്ടു. കോമഡി സൂപ്പർ നൈറ്റിലെ ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ജുബ് ഇട്ടിട്ട് കുറെ നേരമായി ഡ്രസ് രാവിലെ ഇരിക്കുകയാണ് ഞങ്ങള്. രാവിലെ വന്നാണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരുള്ളൂ പറഞ്ഞിരുന്നല്ലോ. അല്ല, ഞങ്ങള് വിഷുവിന്റെ ഭക്ഷണം കഴിച്ചിങ്ങനെ രാവിലെ വന്നല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചോദിക്കാൻ പറ്റുന്നല്ല. ഞങ്ങൾ എന്ത് ചോദിച്ചാലും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. അത് മിമിക്രി എന്നല്ല, കോമഡി എന്നല്ല, സീരിയസ് എന്നല്ല, എന്ത് കാര്യത്തെ കുറിച്ച് ചോദിച്ചാലും എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും ഒരു അധ്യാപകനെ പോലെ അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ മിമിക്രിക്കാരായി ഞങ്ങൾ എന്ത് ചോദിച്ചാലും പേടി വരുന്നല്ല. കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റിലെ പ്രസാദ് മുഖം ഒരു ചോദ്യം ചോദിച്ചു. ഇക്കയ്ക്ക് മിമിക്രി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചോദിച്ചു. ഇക്ക കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, കുഞ്ഞമ്മയുടെ മോനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പേടിയാ, എന്ത് ചോദിച്ചാലും ഇത്തരത്തിലുള്ള മറുപടി രസകരമായിട്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഉണ്ടായിരുന്നാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, ജാടക്കാരാണെന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ പറഞ്ഞു വൈക്കത്തുകാരാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഭയം അപ്പം തന്നെ ഉണ്ട്. നമ്മളൊക്കെ ഒരു സ്ഥലത്ത് വളർന്ന് പഠിച്ചുകൊണ്ടാണ്. താങ്ക് യു. മാത്രമല്ല, പുത്തൻപണം എന്ന സിനിമ 12-ാം തീയതി റിലീസാണ്. താനല്ലേ മെയിൻ. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് മമ്മൂക്കയുടെ ഒപ്പം അന്ന് ആ സിനിമയിൽ അഭിനയിച്ചത്. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അതെ. അപ്പൊ ഞാൻ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഞാൻ ഇക്കടത്തേക്ക് വന്നപ്പോ ഇക്ക നേരെ തിരിച്ച് എന്നോട്, ചേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, എന്നെ അനുഗ്രഹിക്കണമെന്ന്. പക്ഷെ അതിൽ നിന്നും എനിക്ക് കിട്ടിയൊരു ധൈര്യം, അതുവരെ ഉണ്ടായിരുന്ന പേടി ഭയം മാറിയിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ അഭിനയിക്കാൻ കഴിഞ്ഞുള്ളായിരുന്നു. വലിയ അനുഗ്രഹം. താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ സീനിയർ കലാകാരനായ ജയകുമാറിനെ എന്തോ പറയാനുണ്ട്. നമസ്കാരം. നമസ്കാരം. ബാലിശമായ ചോദ്യമാണെങ്കിൽ ക്ഷമിക്കണം. ഇക്കാടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഈ പപ്പായയും പുഴമീനുമാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? പപ്പായയും പുഴമീനോ? ആ, ഒരുപാട് ഇഷ്ടമാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ ഉണ്ടോ? അല്ല, അത് ഫ്രൂട്ട്സിൽ പപ്പായാണ് വളരെ ഇഷ്ടം. പപ്പായ പുഴമീൻ എനിക്ക് ഇഷ്ടം. അത് സെപ്പറേറ്റ് ആയിട്ടാ. പുഴമീൻ. പക്ഷെ അത് സൗന്ദര്യ രഹസ്യമാണെന്നും പറഞ്ഞ ഞാൻ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ റിയൽ ലൈഫിൽ കുറച്ചുകൂടെ കോമഡി കൂട്ടണം കേട്ടോ. ഞങ്ങളുടെ കൂടെയുള്ള രാജേഷ് തിരുവമ്പാടി 2 നടന്മാരുടെ ശബ്ദം അനുകരിക്കും. ഹരിശ്രേഷ്ഠൻ ചേർന്ന ശബ്ദം അനുകരിക്കാം. നീശമാധവൻ സിനിമയിലെ ഡയലോഗാണ്. ഈ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും. എന്തിനാച്ചായിരുന്നു അന്നൊക്കെ സ്കൂളിൽ പോട്ടുമ്പോ കുറുപ്പാട്ട് ഓർമ്മയിലെ ചക്കര മാവ് നിറച്ച് മാമ്പഴം പഴുത്ത് തൂങ്ങിക്കിടക്കും. ഒരു രുക്മിണിക്ക് മാമ്പഴം വേണം നിറച്ച് വാശി പിടിച്ച് കരഞ്ഞു. മാധവൻ മാവിൽ വലിഞ്ഞു കയറി മാവിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. പുളിയുറുമ്പ് കടിച്ചിട്ട് മാധവൻ നിലത്ത് വീഴുമ്പോഴും 2 ചക്കരം മാമ്പഴവും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? അങ്ങനെ ഇന്ന യന്ത്രമൊന്നുമില്ല, ഒരു യന്ത്രം. ശേഷവും നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് പണ്ട് ഒരേ കാലം മുമ്പ് അറിയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് ശേഷം എനിക്കറിയാം. അപ്പൊ അതിനകത്തുള്ള നെൽസൺ ഷൂർനാട് സ്പാനിഷ് മസാലയിലൂടെ അവന്റെ നെൽസന്റെ ശബ്ദം അവനെ വിളിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. പാർലമെന്റിലും രാജ്യസഭയിലൊന്നും അല്ലല്ലോ മറ്റേ വന്നിരിക്കും. നമുക്കിവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം സൗഹൃദമുള്ളവരെ ഇടപെടാന്നൊക്കെ വിളിക്കാം. അല്ലെ എന്തു അളിയാ, എന്തു പടാ ഇത്, എന്തു അളിയായി കാണിക്കുന്നേ? ഇവനൊരു കീറ് തന്നിരുന്ന ഞാൻ എന്തോ ചെയ്തേനെ. ഭരതാ, എടാ ഭരതോ, ഇറങ്ങി പാടാ ഭരത, ഞാൻ നിന്നെ ഒന്ന് കുത്തട്ടെ. അളിയാ ഒതുങ്ങണേ കളിയാ, ഒന്നൊതുങ്ങണം, ഒന്ന് ഒതുങ്ങ്. താങ്ക് യു. മമ്മൂക്ക, പെൺകുട്ടികളുടെ മിമിക്രി കാണുന്നു. കോമഡി ഉത്സവത്തില് വന്ന കുട്ടികളാണ്. സജിനി കുട്ടി എവിടെ? കോമഡി മിമിക്രി എന്നൊക്കെ ആമ്പിള്ളേര് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ കുറെ നാളായിട്ട് അങ്ങനെ ഇരിക്കുന്നു. കോമഡിയിൽ ശരിക്കും പെൺകരുത്ത് തുടങ്ങിയിരിക്കുന്നു. ജാഗ്രത. എന്താണ് കാണിക്കാൻ പോണ? എന്നെയൊക്കെ കാണിക്കോ? മമ്മൂക്ക നമസ്കാരം. നമസ്കാരം. ഭാവന. ശരി. എല്ലാവർക്കും ഒരു നമസ്കാരം കേട്ടോ. ഞാൻ ഭാവനയാണ്. ഞാൻ കമൽ സാറിന്റെ നമ്മളെന്ന ഫിലിമിലിടുന്ന ആദ്യമായിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ അഭിനയിക്കാ ഒന്നും അറിയില്ലായിരുന്നോ. ഇപ്പൊ കമൽ സാറൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവന്റെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇത്ര വരെ എത്തി.
എനിക്ക് ഭയങ്കര സന്തോഷായി. എനിക്ക് അത് മാത്രല്ല മമ്മൂക്കടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഒരുമിച്ച് ക്രോണിക് ബാച്ചിലർ ചെയ്തിട്ടോ. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ചേട്ടനായിട്ടാണ് അഭിനയിച്ചത്. ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. ബിന്ദു എന്താ ചെയ്യാൻ പോണേ? ഞാന് നാദസ്വരത്തിന്റെ ശബ്ദമാണ്. സജിനി. കാവ്യ മാധവൻ. ഇവിടെ എന്തോരാൾക്കാരായിരിക്കുന്നേ. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വരാൻ പറ്റില്ല, മമ്മൂക്കടൊപ്പം ഇരിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് സുഖം തന്നെയാണല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം ഹൻസിബ? സുഖാണോ? മമ്മൂക്ക എന്റെ ഓടാശംസകൾ നേരുന്നു. അല്ലാട്ടോ വിശ്വാസംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഹിറ്റ്ലർ എന്ന സിനിമയിലെ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേന്ന്. ഈ മാധവൻ കുട്ടിക്കൊരൊറ്റ പേരുണ്ടല്ലോ. എന്തുവാ മക്കളെ? എന്തുവാ? ഹിറ്റ്ലർ. ഹിറ്റ്ലർ മാധവൻ കുട്ടി. കൊതിപ്പിച്ചല്ലോടി കൊച്ചേ. ചക്ക വിടുന്നാ ഞാൻ കരുതിയത്. വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൂടെ പാട്ടിത്തരും. ഒറ്റയ്ക്കു പാടുന്ന പൂക്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ? മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ? വൈക്കം വിജയലക്ഷ്മി ഇനി ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി എന്ന് വിളിക്കണം. ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദ്യം. ഞങ്ങള് മിമിക്രി ആർട്ടിസ്റ്റുകള് ഇക്കായുടെ ശബ്ദവും ഫിഗറൊക്കെ അനുകരിക്കുമ്പോ ഇക്കായുടെ മനസ്സിൽ എന്താണ് തോന്നാറുള്ളത്? പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും മോശമാണോ. അത് ശബ്ദവും കാര്യങ്ങളൊക്കെ അനുകരിക്കുന്നത് ഒരു കാലത്തുണ്ടായിരുന്നതാണ്. പക്ഷെ അതിനെ കുറച്ചുകൂടെ പുതുക്കാമെന്ന് വേണം. എന്താ എൻ്റെ അഭിപ്രായം അല്ലേ? ഇപ്പൊ എല്ലാ പഴയതാണ് കാണിക്കുന്നത്. പുതിയ കാലത്തുള്ള കുറച്ച് രൂപങ്ങളിലേക്ക് ഒന്ന് മാറ്റിയാൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് മനസ്സിലാവും. ഇത് പഴയ തന്നെ ഇവർ എന്തോ പണ്ടത്തെ ഒരു ജീവികളെ കാണിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. ഈ പിള്ളേരൊന്നും നമ്മുടെ പഴയ സിനിമകളൊന്നും കണ്ടു കാണില്ല. അപ്പോൾ പുതിയ സിനിമകൾ അവർ കണ്ട സിനിമകളിലേക്ക് കൂടെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത തിരക്കില്ല എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം മമ്മുക്ക. നമസ്കാരം. ഇതാരാണ്? എന്റെ പേര് സ്വാസികാതാണ്. ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു. ഇപ്പൊ ഞാൻ സീത ടീമിന്റെ ആ സീരിയലിന്റെ ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. സ്വാസിക. ഞാൻ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സ്വർണ്ണ കടുവ. പേര് വിളിക്കുമല്ലോ. തേപ്പുകാരി. ആ തേപ്പുകാരി ഇപ്പൊ തൽക്കാലം സീരിയലിലാണ്. സീരിയൽ മോശമൊന്നുമല്ല. അല്ല. അപ്പൊ ഞാൻ മമ്മൂക്കി അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം കുറെ നേരം ഇങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവോ? കാരണം അതെ, പക്ഷെ എന്നാലും എന്റെ മനസ്സിലൊരു ആഗ്രഹം ചോദിക്കണം എന്ന്. മമ്മൂക്കിക്ക് ഒരു ഇപ്പൊ മമ്മൂക്കയുടെ ഈ സ്റ്റാർഡം അതൊക്കെ കാരണം സാധാരണ പോലെ തിയേറ്ററിൽ പോയി സിനിമ കാണാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതുകൊണ്ട് ഹോം തിയേറ്റർ ഒക്കെ വീട്ടിൽ സെറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ട് ഒരു ദിവസം മമ്മൂക്ക ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ ആ ദിവസം എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇത്ര നാൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? എനിക്ക് ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹം കിടന്നുറങ്ങാൻ. ഇൻവിസിബിൾ ആവണോ? അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. അല്ല, ഇൻവിസിബിൾ ആയിട്ട് കിടന്നുറങ്ങിയാൽ അങ്ങനെയാണെന്ന് അറിയാൻ വേണ്ട. ഓ അങ്ങനെയാ. ഞാൻ കിടന്നുറങ്ങുമ്പോ എന്നെ പറ്റി ആൾക്കാരെന്തെല്ലാം പറയണ്ടാവും. നമ്മൾ ഉറങ്ങുമ്പോ നമ്മള് സിനിമാ തിയേറ്ററിൽ നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്തപ്പോ നമ്മളെ സിനിമ കണ്ട അഭിപ്രായം പറയുന്നവരാണ്. നമ്മൾ കിടന്നുറങ്ങുന്നു, ഇൻവിസിബിൾ ആണ്.
അപ്പൊ നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്ത് ആൾക്കാർ നമ്മളെ പറ്റി എന്തെല്ലാം പറയുന്നത്, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ പറ്റി പറയാൻ നമ്മൾ കേൾക്കുന്നില്ല. അപ്പോ നമ്മൾ ഉറങ്ങുമ്പോൾ എന്ത് പറയുമെന്ന് എനിക്ക് കേൾക്കാൻ വയ്യ, അവര് പറഞ്ഞോട്ടെ. ഓ, അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം? ചുമ്മാ ഒരു തമാശ. ഇൻവിസിബിൾ ആകാൻ പറ്റില്ല, പിന്നെ അപ്പൊ യൂട്ടോപ്യൻ ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ഒരു യൂട്ടോപ്യൻ ആഗ്രഹം പറഞ്ഞപ്പോ പക്ഷേ രസമുണ്ട് കേൾക്കാൻ. നമ്മൾ അറിയാതെ പോയി നമ്മൾ സിനിമ എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കാത്ത ഈ പറഞ്ഞ പോലെ ഒരു സ്വപ്നമായതുകൊണ്ട് അങ്ങനെ അങ്ങ് കണ്ടാ മതി. ഇൻവിസിബിൾ ആയി തീരാൻ പാടാ മനുഷ്യൻ. അതൊരു ഡ്രീമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. എന്തും ഇപ്പൊ ചെയ്യുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കാം, റോട്ടിൽ കൂടെ ഒക്കെ നടക്കുന്ന പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ റോട്ടിൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒക്കെ റോട്ടിൽ ചെന്നിറങ്ങി നടന്നു പോയിരുന്ന ആൾക്കാർ ശ്രദ്ധിക്കില്ല. നമ്മൾ ചെല്ലുന്നു എന്ന് കൊട്ടിക്കൊഴിച്ചാൽ മാത്രമേ ആൾക്കാർ അവിടെ അറിയുള്ളൂ. നമ്മൾ പെട്ടെന്ന് അറിയാൻ പെട്ടെന്ന് ആൾക്കാർ കണ്ടാൽ അവര് എക്സൈറ്റഡ് ആകുന്നതിന് മുമ്പ് നമ്മൾ പോകും ചില സ്ഥലത്തൊക്കെ. അതേസമയത്ത് ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിനോ പരിപാടിക്കോ ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ വരുന്നു 2-3 ആഴ്ച മുമ്പ് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വരുമ്പോൾ ആളുകൾ കൂടും. ആ ഒരു ക്രൗഡ് വേറെയാണ്. അതേസമയത്ത് പെട്ടെന്ന് നമ്മളെ കാണുന്ന റിയാക്ട് ചെയ്യുന്ന ക്രൗഡും വേറെയാണ്. ഞാൻ ഇന്നലെ ഫ്ലൈറ്റിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സീറ്റിലേക്ക് ഞാൻ അതിൻ്റെ ഒരു കട്ടൻ തുറന്ന് ഇങ്ങനെ ഒരു കുട്ടി ഒരു 10 വെള്ളത്തിലുള്ള കുട്ടി ഒന്ന് ഉറങ്ങുകയാണ്. ഞാനിങ്ങനെ തുറന്നപ്പോൾ അതിങ്ങനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് ആ കുട്ടി ഉറങ്ങത്തിന്ന് അറിയാണ്ട് കണ്ണു തുറന്നപ്പോൾ ഞാൻ നിൽക്കുന്ന മുമ്പിൽ. ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ് അത്, പക്ഷെ ഭയങ്കര രസമുള്ള റിയാക്ഷൻ ആയിരുന്നു. ശരി മമ്മുക്ക, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് നല്ല ഭക്ഷണപ്രിയനാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും ഒന്നും കഴിക്കാറില്ല? ഭക്ഷണം ഇഷ്ടമില്ലാത്ത ആൾക്കാർ കൈവെക്കൂ. എന്നെ കണ്ടാലും പറയൂ അത്. അല്ല, കഴിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. ഞാൻ നേരത്തെ ഹോട്ടലായിരുന്നു ജോലി എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഞാൻ എന്താ പറയാ. നമുക്ക് സ്വാസിക ചോദിച്ചതിന്റെ നേരെ എതിർ സൈഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് എനിക്ക് ആഗ്രഹം. വിഷമം വരുമോന്നൊന്നും എനിക്കറിയില്ല. എന്താ നിങ്ങൾ എല്ലാവരും എന്നെ വിഷമിക്കാറില്ല? ഇത് ഇൻവിസിബിൾ ആവുന്നൊരു കാര്യം ചോദിച്ചില്ലേ, അപ്പോഴാണ് എന്റെ മനസ്സിലത് തോന്നിയത്. ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരിയാണ്. അപ്പോ പെങ്ങളുടെ നാട്ടുകാരിയാണ്. ഞങ്ങളുടെ നാട്ടുകാരി ആയില്ലേ ഇപ്പം. അന്ന് അവിടെ വന്നപ്പോ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് വന്നപ്പോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വന്നപ്പോൾ പോലും ഈ ഒരു സ്റ്റാർഡം കാരണം ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വളരെയധികം ബുദ്ധിമുട്ട്. ഞാനത് എടുത്തു പറയുന്നില്ല. മമ്മൂക്കായ്ക്ക് അതിന് പങ്കെടുക്കാൻ പോലും പറ്റിയില്ല. അതുപോലെ എന്തെങ്കിലും വിഷമിക്കുന്ന ഏതിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ കൂടെ ഏറ്റവും പുതിയ ഇബ്രാഹിംകുട്ടി എൻ്റെ അനിയന്റെ മോളുടെ കല്യാണത്തിന് എപ്പോഴൊക്കെ തന്നെ നമ്മളെ ആൾക്കാർ എപ്പോഴും ഒരു കാഴ്ച വസ്തുവായിട്ടാണ് കാണുന്നത്. എന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ഈ വക കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും ഇഷ്ടമൊക്കെ ഇല്ലേ. അപ്പൊ ഇങ്ങനെ ചില ശല്യങ്ങളും ഉണ്ട്, അതങ്ങ് സഹിക്കാത്തോ. അപ്പൊ എന്നാലും നമുക്ക് ശല്യങ്ങളെക്കാൾ കൂടുതൽ സ്നേഹമല്ലേ. നമ്മളെ ശല്യപ്പെടുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. കച്ചവടം നമുക്ക് ലാഭം. നമുക്ക് ഇപ്പൊ ഉള്ള ഒരു പുതിയ ട്രെൻഡാണ് ട്രോൾ ഇറങ്ങാം. ഈ ട്രോളന്മാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലെ, മമ്മൂക്കയ്ക്ക് വന്ന ട്രോൾ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതൊരു എന്താ പറയാ, ഒരു വർത്തമാനകാല കാർട്ടൂണുകളാണ്. ചില ആൾക്കാർക്ക് അത് വരച്ചുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഭാവനയുണ്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ കോൺട്രവേഴ്സ്യൽ അല്ലെങ്കിൽ രസകരമായ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും ആളുകൾ വിചാരിക്കാത്ത, നമ്മൾ കാണുന്നവർ പ്രതീക്ഷിക്കാത്ത ഒരു ഡയമെൻഷനിലേക്ക് അത് കൊണ്ടുവരികയും അങ്ങനെ ഒരു വലിയ ക്രിറ്റിസിസം ഉണ്ടാകുകയും ചെയ്യുന്നത് രസമല്ലേ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, വലിയ ക്രിയേറ്റീവ് ആയിട്ടുള്ളുണ്ട്. ചിലത് ഇൻസൾട്ടിങ് ആണ്, ചിലത് ഡിസ്ട്രക്റ്റീവ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടാകും. അത് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഞാൻ പക്ഷേ അതൊരു വലിയൊരു ട്രെൻഡ്, വലിയൊരു പുതിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ചില സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇന്നും ട്രോളൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു അല്ലേ. കാർട്ടൂണുകളുടെ കാലം പോയി, വീണ്ടും ട്രോളുകളുടെ കാലം വന്ന പോലെ തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് ആണ്. ഈ മൂവി ട്രോളുകൾ വരും, ഇത് വീഡിയോ ട്രോളുകൾ വരും, അതിന്റെ ഗ്രാഫിക്കൽ ട്രോളുകൾ വരും. എന്തായാലും ഇത് തന്നെയൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ട്രോളുകളിൽ പുതിയ രൂപം പ്രാപിച്ച് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. മമ്മുക്ക, നമ്മുടെ സുന്ദരി കുട്ടികൾ പട്ടുപാവാടയും കുപ്പായൊക്കെ ഇട്ട് റെഡി ഫോട്ടോ എടുക്കാം.
വേണം ഞങ്ങൾ ഈ സമ്മാനം തരാൻ. അതെ അതെ സെൽഫി എടുത്ത് സമ്മാനം തരാം. എനിക്ക് സമ്മാനം വേണ്ട. ഞങ്ങൾക്ക് ആ വാക്ക് വേണം. അതെ അല്ല, എങ്ങനെയെങ്കിലും സമ്മാനം മേടിക്കണം എന്ന് പറഞ്ഞാലേ ഞാൻ മേടിക്കുള്ളൂ. സമ്മാനം മേടിക്കുമല്ലോ മമ്മൂക്ക. ഞങ്ങൾ സ്നേഹത്തോടെ. എന്റെ വീട്ടിൽ 2-3 പറയുന്നുണ്ട്. എനിക്ക് കുഞ്ഞാനെ വേണ്ട. കുഞ്ഞാന് ഈ മോൾക്കാ വലിയ ആനയും വേണ്ട. അല്ല എന്താ സെൽഫി എടുക്കാൻ പോവാ? ഈ ഫോട്ടോയ്ക്ക് കോപ്പി കിട്ടണ എന്റെ വീട്ടിൽ വന്ന് നിൽക്കണം. നമുക്ക് ഈ വിഷുദിനത്തിൽ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ് പറക്കാട് ജുവൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഇതൊന്ന് പിടിച്ച് പൊക്കിക്കേ. പൊക്ക് നീ പിടിച്ചേ. അപ്പൊ എല്ലാരും നോക്കി. അപ്പൊ ഡേവിഡ് നയനാന്റെ മകൾക്ക് ഞങ്ങൾ ഒരു ആനക്കുട്ടനെ കൊടുക്കണ്ടേ? വലിയ ആനക്കുട്ടി. ഇത് ആനക്കുട്ടൻ. കാളക്കുട്ടൻ എന്ന് പറയണം. ആനക്കുട്ടൻ കേട്ടിട്ടുണ്ടോ? അപ്പൊ ആനിക കുട്ടിക്ക് ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ് പറക്കാട് ജുവൽസ് നൽകുന്ന കുഞ്ഞാന. ഈ ശരിക്കും സ്വർണ്ണമാണോ? ഇത് തങ്കത്തിൽ പൊതിഞ്ഞതാണ്. തങ്കച്ചാ, സ്വർണ്ണമാണോ തങ്കമാണോ? തങ്കച്ചാ ഫോട്ടോ ഇല്ല. എന്തായാലും വിഷുകാലത്ത് ഗ്രേറ്റ് ഫാദർ വലിയ ഹിറ്റ് ആയിരിക്കാണ്. മലയാളി പ്രേക്ഷകരോട് മമ്മൂക്ക എന്താ പറയാനുള്ളത് ഇനി ഈ വിഷു ദിനത്തിൽ? ഹാപ്പി വിഷു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷുവിന് തീർച്ചയായിട്ടും 2 സിനിമകളും ഉണ്ടാവും. അത് ആദ്യം കാണുക, ബാക്കിയുള്ള സിനിമകൾ പിന്നെ കാണുക. നടപ്പാകാൻ പോകുന്നത് ദൈവത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ നിയമമല്ല, അച്ഛൻ്റെ നിയമം.